അതായത് പ്രിവിലേജ് മോഡ് കമാൻഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പ്രിവിലേജ് മോഡ് നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറേ ഷോ കമാൻഡ്സ് ഉണ്ട്, വെരിഫിക്കേഷൻ കമാൻഡ്സ്. അതൊക്കെ നമ്മൾ പ്രിവിലേജ് മോഡിലാണ് അടിക്കുക. പിന്നെ കുറച്ച് കോപ്പി കമാൻഡ്സ് ഉണ്ട്, സേവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കോപ്പി കമാൻഡ്സ്. പിന്നെ ഇറേസ്, റീലോഡ്, പിങ്, ട്രേസ് റൂട്ട്, ടെൽനെറ്റ്, അങ്ങനത്തെ കുറച്ച് കമാൻഡുകളൊക്കെ നമ്മൾ പ്രിവിലേജ് മോഡിൽ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഷോ IP ARP വരെയിരുന്നു എന്നൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോ റണ്ണിങ് കോൺഫിഗ്, ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ്, ഈ രണ്ട് കോൺഫിഗറേഷനും നമ്മൾ സാധാരണ ചില സമയങ്ങളിലൊക്കെ അടിച്ചു നോക്കുന്നതാണ്. എന്താ വെച്ചാൽ ഷോ റണ്ണിങ് കോൺഫിഗ് എന്ന് പറയുന്നത് പ്രസന്റ് കോൺഫിഗറേഷൻ, നമുക്ക് റൂട്ടർ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്, റൂട്ടിന്റെ IP അഡ്രസ് എന്താണ്, അല്ലെങ്കിൽ റൂട്ടിന്റെ ഹോസ്റ്റ് നെയിം എന്താണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കാണുന്നത് നമുക്ക് ഷോ റൺ അടിച്ചു നോക്കിയാൽ മതി. ഷോ റണ്ണിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചു നോക്കണം. ഷോ റൺ അതിന്റെ വേർഷൻ കാണിക്കും, സർവീസ് ടൈം സ്റ്റാമ്പ്സ് ഓൺ ആണ്, ഡേറ്റ് ടൈം, അത് വെച്ചാൽ നമുക്ക് ലോഗ് മെസ്സേജ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ ടൈം സ്റ്റാമ്പ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹോസ്റ്റ് നെയിം ഇത് നമ്മൾ സെറ്റ് ചെയ്തതാണ്. ബൂട്ട് സ്റ്റാർട്ടർ മാർക്കർ, ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന കമാൻഡ്സ്, ഇതൊന്നും നമ്മൾ അടിച്ച കമാൻഡ്സ് അല്ല കേട്ടോ. ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് കുറച്ച് കമാൻഡ്സ് അവിടെ ഉണ്ടാവും. ഇത് ഈ DHCP കമാൻഡ്സ് ഒക്കെ ഞാൻ എന്തൊക്കെയോ ആവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ച് കോൺഫിഗറേഷൻ ഒക്കെ ഇതിനകത്ത് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ കമാൻഡ്സ് ഒക്കെ അങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് നമുക്കിവിടെ ഹോസ്റ്റ് നെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർഫേസിനുണ്ടോ, ഓരോ ഇന്റർഫേസിന് എന്തെങ്കിലും IP അഡ്രസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ ഇന്റർഫേസിന്റെ കമാൻഡ്സ് ഉണ്ടാവും. ബാനർ സെറ്റ് ചെയ്തത്, അപ്പോൾ റണ്ണിങ് കോൺഫിഗ് കാണാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ അടിക്കുന്നത്, ഷോ റണ്ണിങ് കോൺഫിഗ്. ഓക്കെ. ഷോ റണ്ണിങ് കോൺഫിഗിൽ നമ്മൾ കംപ്ലീറ്റ് വായിച്ച് നോക്കണം, ഓരോ സെക്ഷൻ, ഇന്റർഫേസ് സെക്ഷൻ എവിടെയാണ് ഉണ്ടാവുക, റൂട്ടിംഗ് സെക്ഷൻ എവിടെയാണ് ഉണ്ടാവുക, VTY സെക്ഷൻ, ലൈൻ സെക്ഷൻ എവിടെയാണ് ഉണ്ടാവുക. ഇത് കോൺഫിഗറേഷൻ കമാൻഡ്സും കൂടെ പറഞ്ഞതിന് ശേഷം നോക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ഷോ സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് ഉള്ളത് NVRAM-ലാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ NVRAM-ലുള്ള കോൺഫിഗറേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ കേസിൽ സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷനും റണ്ണിങ് കോൺഫിഗറേഷനും സെയിം തന്നെയാണ്. ഞാൻ കോൺഫിഗറേഷനിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു പുതിയ ഇന്റർഫേസ് ഉണ്ടാക്കുക, കോൺഫിഗറേഷൻ മോഡ് പോയി ഇന്റർഫേസ് ലൂപ്പ് ബാക്ക് 100 എന്ന് പറഞ്ഞ ഒരു പുതിയ ഇന്റർഫേസ് ഉണ്ടാക്കി, അതിന് IP അഡ്രസ് 100.0.0.1 എന്നൊക്കെ പറഞ്ഞ IP അഡ്രസ് ഒക്കെ കൊടുത്തു. 255.255.255.0 എന്ന് പറഞ്ഞ IP അഡ്രസ് ഒക്കെ കൊടുത്തു വിചാരിക്കാം. അപ്പൊ ആ കോൺഫിഗറേഷൻ നമുക്ക് ഷോ റണ്ണിലുണ്ടാവും, പക്ഷെ ആ കോൺഫിഗറേഷൻ ഷോ സ്റ്റാർട്ടിലേക്ക് വന്നിട്ടുണ്ടാവില്ല. കണ്ടോ, ഇവിടെ നമ്മൾ ഇന്റർഫേസ് ലൂപ്പ് ബാക്ക് 100 ഉണ്ടാക്കിയത് ഷോ റണ്ണിലുണ്ട്, പക്ഷെ ഷോ സ്റ്റാർട്ടിൽ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇത് കോൺഫിഗറേഷൻ നമ്മൾ ചെയ്തത് റണ്ണിങ് കോൺഫിഗറേഷനിലാണ് എഫക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളിത് സേവ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് സ്റ്റാർട്ടപ്പിലേക്ക് പോകുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് കമാൻഡ് അടിക്കണം? ഒന്നുകിൽ റൈറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് അടിക്കുക, അല്ലെങ്കിൽ കോപ്പി റണ്ണിങ് കോൺഫിഗറേഷൻ ടു സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ എന്നുള്ള ഈ കമാൻഡ് അടിക്കുക. ഈ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ലൂപ്പ് ബാക്ക് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ കൂടെ കോപ്പി. അപ്പോൾ ഇപ്പൊ റൂട്ടർ റീലോഡ് ചെയ്താലും കുഴപ്പമില്ല, റൂട്ടർ അറിയാണ്ട് ഓഫായി പോയി ഓണായി വന്നു കഴിഞ്ഞാൽ ഈ കോൺഫിഗറേഷൻ ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ. അപ്പം അതാണ് ഷോ റണ്ണിങ്, ഷോ സ്റ്റാർട്ടപ്പ്. പിന്നെ ഷോ കൺട്രോളേഴ്സ് എന്നുള്ള കമാൻഡ്, അതിപ്പോ നമുക്ക് ആവശ്യമില്ലാത്തൊരു കമാൻഡാണ്. അത് ഹാർഡ്വെയർ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. ഷോ കൺട്രോളേഴ്സ്, ഓരോ ഇന്റർഫേസിന്റെയും ഹാർഡ്വെയർ ഡീറ്റെയിൽസും ബഫർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അത് നമ്മളെ സമയത്തോളം നമുക്ക് അൺവാണ്ടഡ് ആണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ക്ലോക്ക് റേറ്റ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്യായിരുന്നു. ഇപ്പൊ നമുക്ക് ക്ലോക്ക് റേറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഷോ ഹിസ്റ്ററി, നമ്മൾ ഇതുവരെ അടിച്ച കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഷോ ഹിസ്റ്ററിയിലുണ്ടോ? ഷോ ഹിസ്റ്ററി, നമ്മൾ എന്തൊക്കെ കമാൻഡ്സ് ആണ് അടിച്ചത് എന്നുള്ളത് ഹിസ്റ്ററിയിലുണ്ടോ? അത് നമ്മൾ അപ്പാരോ അടിക്കുന്ന സമയത്ത് ജസ്റ്റ് കണ്ടോ, അപ്പാരോ അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആ കമാൻഡ്സ് 1 by 1 ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അടിച്ചുകൊണ്ട് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, അതാണ് ഷോ ഹിസ്റ്ററി. അപ്പാരയും ഡൗൺ ആരയും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹിസ്റ്ററി കമാൻഡ്സിലൂടെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
പിന്നെ അടുത്ത കമാൻഡ് ഷോ ഇൻവെന്ററി, ഷോ ടെക് സപ്പോർട്ട്, ഷോ ഡയാഗ്. ഓക്കെ, ഷോ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂട്ടറിന്റെ ഇൻവെന്ററി, അതായത് അതിന്റെ മൊഡ്യൂൾസും കാര്യങ്ങളും, എന്തൊക്കെ മൊഡ്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ മൊഡ്യൂൾസ് ഇൻബിൽട്ട് ആയിട്ടുണ്ട്, അതിന്റെ സീരിയൽ നമ്പർ എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഷോ ഇൻവെന്ററി. അതേപോലെ തന്നെ ഷോ ഡയാഗ്, അതും നമ്മളെ റൂട്ടറിന്റെ ഹാർഡ്വെയർ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. ഓക്കെ, എന്തൊക്കെ മൊഡ്യൂൾസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. പിന്നെ ഷോ ടെക് സപ്പോർട്ട് ഞാൻ ഇപ്പം അടിച്ചു നോക്കുന്നില്ല. ഷോ ടെക് സപ്പോർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് വരണമെങ്കിൽ ഏകദേശം കുറേ ടൈം എടുക്കും. ഒരു 2-3 മിനിറ്റ് ഒക്കെ ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എന്തിനാന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അത് എപ്പോഴെങ്കിലും സിസ്കോ ടാക്കിലേക്കൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, എന്തെങ്കിലും ട്രബിൾസ് ഒക്കെ വന്ന് സിസ്കോ ടാക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ചോദിക്കും ടെക് സപ്പോർട്ടിന്റെ ഔട്ട്പുട്ട് തരാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇതിന് ഷോ ടെക് സപ്പോർട്ട് എന്ന് അടിച്ചിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർക്ക് അവരുടെ ഒരു സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഈ റൂട്ടിന്റെ ട്രബിൾ എന്താണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് ഷോ ടെക് സപ്പോർട്ട് എന്ന കമാൻഡ്. നമുക്ക് ലാസ്റ്റ് അടിച്ചു നോക്കാം കമാൻഡ്. പിന്നെ ഷോ പ്രോസസ്സസ് CPU, ഷോ പ്രോസസ്സസ് മെമ്മറി, അത് മെമ്മറി യൂട്ടിലൈസേഷനും പ്രോസസ്സർ യൂട്ടിലൈസേഷനും കാണാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഷോ പ്രോസസ്സസ് മെമ്മറി. മെമ്മറി റൗട്ടറിന്റെ ആണോ അതോ സെർവറിന്റെ ആണോ? അല്ലല്ല, സെർവറിന്റെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ റൂട്ടറിൽ ഇരുന്നുകൊണ്ട് സെർവറിന്റെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഏത് ഡിവൈസിലാണോ ഉള്ളത് അതിന്റെ യൂട്ടിലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പം നമ്മളെ ഇന്നലെ കാണിച്ച റൂട്ടർ ഉണ്ടല്ലോ, അതിനകത്ത് ഈ കൺസോൾ വഴി കയറിയതാണ് കുട്ടിയെടുത്തിട്ട്. ഓക്കെ, അപ്പൊ ഈ റൂട്ടറിനകത്ത് റൺ ചെയ്യുന്ന പ്രോസസ്സുകൾ, അതിന്റെ മെമ്മറി എത്രയൊക്കെയാണ്, അത് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ എന്തെങ്കിലും ഷോ IP ARP ഒന്ന് പറഞ്ഞോ, ഇന്നലെ കിട്ടിയില്ല, എന്താ മനസ്സിലാക്കാൻ പറ്റില്ല. അയ്യോ, അതൊന്ന് വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണും. കാരണം എന്താ പറയുക, നമ്മളെ ക്ലാസ് ഒരുപാട് ലേഗായി പോകും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, കാരണം എന്താ പറയുക, നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് കുറെ ടൈം, നമുക്ക് ഓൾറെഡി നിങ്ങൾ ലൈവിലുള്ള ആൾക്കാരായതുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ തന്നെ ചെയ്യുക. കാരണം വീഡിയോസ് ഞാൻ തരുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. ഷോ പ്രോസസ്സസ് CPU എന്ന് പറയുന്നത് CPU യൂട്ടിലൈസേഷൻ. അപ്പൊ എപ്പോഴെങ്കിലും റൂട്ടർ ഹാങ്ങിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ ആൾട്ട് കൺട്രോൾ ഡിലീറ്റ് അടിച്ചിങ്ങാണ്ട് കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് നോക്കുന്നില്ലേ, ഓരോ പ്രോസസ്സും എത്ര യൂസേജ് വരുന്നുണ്ടെന്നൊക്കെ നോക്കുന്നില്ലേ, അതേപോലെ തന്നെ റൂട്ടറിനകത്ത് നമുക്ക് നോക്കാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന 2 കമാൻഡുകളാണ് ഷോ പ്രോസസ്സസ് CPU, ഷോ പ്രോസസ്സസ് മെമ്മറി. ഓക്കെ, പിന്നെ ഷോ പ്രോസസ്സസ് CPU ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അത് നമുക്ക് ഗ്രാഫിക്കൽ ഇതിൽ കാണും. ഇപ്പൊ നമുക്ക് യൂസേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതേമാതിരി കാണുന്നുണ്ടോ, സ്റ്റാർ ഇട്ടിട്ട് ഒരു ഗ്രാഫ് പോലെ ഉണ്ടാവും. ഇതിപ്പോ ഒരു റിയലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടറല്ല, ജസ്റ്റ് റൂട്ടറിനകത്തേക്ക് നമ്മൾ ലോഡൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് കൺസോൾ എടുത്തിട്ട് നമ്മൾ യൂസേജ് ഇത് ചെയ്യുന്നത് മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കാര്യമായിട്ടൊന്നും കാണാത്തത്. നിങ്ങൾക്ക് ലൈവ് ഡിവൈസ് ഉണ്ടെങ്കിൽ ആ ലൈവ് ഡിവൈസിൽ പോയിട്ട് കമാൻഡ്സ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രാഫും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഷോ പ്രോസസ്സസ് മെമ്മറി, ഷോ പ്രോസസ്സസ് CPU ഹിസ്റ്ററി, ഇത്രയും കമാൻഡ്സ് ആണ് ചോദിച്ചത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കോപ്പി റണ്ണിങ് കോൺഫിഗറേഷൻ ടു സ്റ്റാർട്ടപ്പ് കോൺഫിഗർ. ഇത് എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കോൺഫിഗറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ 2 കമാൻഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടൊരു ട്രബിൾ വന്നു, നിങ്ങൾ ആ റൂട്ടറിനകത്ത് കയറി ട്രബിൾ എന്തൊക്കെയാണെന്നൊക്കെ കഷ്ടപ്പെട്ട് നോക്കി കണ്ടുപിടിച്ച് അത് ട്രബിൾ സോൾവ് ചെയ്തു വിചാരിക്കാം. സോൾവ് ചെയ്ത് എല്ലാം പ്രോപ്പറായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ റൈറ്റ് എന്ന് അടിച്ചിട്ട് അത് സേവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കോപ്പി റൺ സ്റ്റാർട്ട് എന്ന് അടിച്ചിട്ട് അത് സേവ് ചെയ്യണം. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എപ്പോഴെങ്കിലും റൂട്ടർ റീസ്റ്റാർട്ട് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത്രയും ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോകും. അതൊക്കെ വീണ്ടും നിങ്ങൾ രണ്ടാമതും ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ
കോപ്പി റണ്ണിങ് കോൺഫിഗറേഷൻ TFTP. ഇത് TFTP പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കും. TFTP സെർവറും FTP സെർവറും ഒക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടറിനകത്ത് TFTP സെർവറും FTP സെർവറും ഒക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് കോൺഫിഗറേഷൻ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കും. കാരണം റൂട്ടർ തന്നെ കേടായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റൂട്ടർ നന്നാക്കേണ്ടി വരും. ചിലപ്പോൾ റൂട്ടർ നന്നായില്ല എന്നുണ്ടെങ്കിൽ പുതിയ റൂട്ടർ എടുത്ത് വെക്കുക ചെയ്യുക. അപ്പോൾ റൂട്ടറിനകത്ത് കോൺഫിഗറേഷൻ ഉണ്ടാവില്ല. കാരണം സ്റ്റാർട്ടപ്പ് കോൺഫിഗ് ഉള്ളത് ഏതാ, നമ്മൾ കേടായി പോയ റൂട്ടറിനകത്താണ്. അപ്പോൾ പുതിയ റൂട്ടർ നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ TFTP സെർവറിന് തിരിച്ച് ഇങ്ങോട്ട് ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോപ്പി റൺ TFTP എന്ന് അടിക്കുന്നതിന് പകരം നമ്മൾ കോപ്പി TFTP റൺ എന്ന് അടിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ഒരു ഫയലിൽ വേറൊരു ഫയലിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് കോപ്പി എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, അപ്പോൾ കുറേ ഷോ കമാൻഡ്സ് പഠിച്ചു, കുറച്ച് കോപ്പി കമാൻഡ്സ് പഠിച്ചു, പിന്നെ ഇറേസ് കമാൻഡ്സ് ഉണ്ട്. ഓക്കെ, ഇറേസ് NVRAM എന്ന് പഠിച്ച്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഈ റൂട്ടർ നമ്മൾ ഒഴിവാക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് പുതിയ മോഡൽ റൂട്ടർ വന്നു, പഴയ റൂട്ടർ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഈ റൂട്ടർ ചിലപ്പം നമുക്ക് സിസ്കോ ബൈബാക്ക് ഒക്കെ ചെയ്യും. അപ്പോൾ സിസ്കോ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ ആർക്കെങ്കിലും സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കുമെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാം, നമ്മളെ കോൺഫിഗറേഷൻ മൊത്തം ഇറേസ് ചെയ്തേക്കാം. ഇറേസ് സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അല്ലെങ്കിൽ ഇറേസ് സ്റ്റാർട്ടപ്പ് കോൺഫിഗ്. ഇറേസ് സ്റ്റാർട്ടപ്പ് കോൺഫിഗ് NVRAM ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. NVRAM ഡിലീറ്റ് ചെയ്യുക, റീലോഡ് ചെയ്യാം. NVRAM ഡിലീറ്റ് ചെയ്ത് റീലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും കോൺഫിഗറേഷൻ സേവ് ചെയ്യട്ടെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ യെസ് കൊടുക്കരുത്, നോ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, NVRAM ഇല്ല, റൂട്ടർ റീലോഡായി, പുതിയ റൂട്ടർ പോലെ റൂട്ടർ ആക്ട് ചെയ്തോളൂ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു റൂട്ടർ വേറൊരു ബ്രാഞ്ചിലേക്ക് കൊടുത്തയക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ കമ്പനിയിൽ നിന്നും ഇത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ടറിന്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ അവർ വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ സപ്പോസ് ഏതെങ്കിലും പബ്ലിക് IP കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ടെക്നോളജികളാണ് നിങ്ങൾ യൂസ് ചെയ്തത്, എന്തൊക്കെ സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്തതെന്നൊക്കെ വേറൊക്കെ കണ്ടൂടെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ഇറേസ് സ്റ്റാർട്ടപ്പ് കോൺഫിഗ് കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ റീലോഡ് എന്ന് പറയുന്നത് റൂട്ടറിനെ റീലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പിങ് ചെയ്ത് നോക്കുക. അതിപ്പോൾ PC-ന്ന് പിങ് ചെയ്ത് നോക്കുന്ന പോലെ തന്നെ റൂട്ടറിലും നിങ്ങൾ പിങ് ചെയ്ത് നോക്കുക. അത് പ്രിവിലേജ് മോഡ് നമ്മൾ പിങ് ചെയ്ത് നോക്കുക. ഓക്കെ, പിങ് 100.1.1.1 അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ IP ഇല്ല, അതുകൊണ്ട് നമുക്ക് പിങ് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കാണ് വരിക, ഔട്ട്പുട്ട് കിട്ടുന്നില്ലെങ്കിൽ ഡോട്ടാണ് വരിക. ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ, നമ്മൾ ഈ പിങ് ചെയ്യുമ്പോൾ ഈ സ്വിച്ചിക്കകത്ത് കൊടുത്തേക്കുന്ന ഏതെങ്കിലും ഒരു പീസിലോട്ട് പിങ് ചെയ്യാൻ പറ്റുമോ? ഏതിലേക്ക് നമുക്ക് പിങ് ചെയ്യാം, കണക്ടിവിറ്റി ഉള്ള ഏത് ഡിവൈസിലേക്ക് നിങ്ങൾക്ക് പിങ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇന്റർനെറ്റ് കൊടുത്താൽ എനിക്ക് വേണമെങ്കിൽ ഗൂഗിളിനകത്ത് പിങ് ചെയ്യാം, റൂട്ടറിനകത്ത് ഇരുന്നിട്ട്. മനസ്സിലായി? നമ്മളിപ്പോൾ PC-ന്ന് പിങ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു ICMP എക്കോ റിക്വസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഏത് IP-ലേക്കാണോ പിങ് ചെയ്ത് അതിനകത്തേക്ക് കൊടുക്കുന്നു, റിപ്ലൈ വന്നാൽ നമുക്ക് അതിന്റെ റിപ്ലൈ കാണിച്ചു തരും. അത് തന്നെ റൂട്ടറിനും ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ചെയ്യേണ്ടത് പ്രിവിലേജ് മോഡ് എന്നാണ് മാത്രം. ഓക്കെ, പിന്നെ ടെൽനെറ്റ് ചെയ്യാം, ട്രേസ് റൂട്ട് ചെയ്യാം. ട്രേസ് റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ട്രേസ് RT എന്നാണ് വിൻഡോസിനകത്തുള്ള കമാൻഡ്. അതേപോലെ റൂട്ടർ നമുക്ക് ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ലാബുകൾ ആയതിനു ശേഷം, അതായത് സ്റ്റാറ്റിക് റൂട്ടിങ്ങും കുറച്ച് റൂട്ടറിൻ്റെ അകത്തുള്ള കുറച്ച് സ്ട്രോങ് നിങ്ങൾ ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് റിയൽ ഡിവൈസിൽ ഞാൻ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ കുറച്ച് റിയൽ ഡിവൈസ് ഉണ്ട്, റൂട്ടറും സ്വിച്ചസ് ഒക്കെ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കുറച്ചെണ്ണം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സാമ്പിൾ സിനാരിയോ ലാബ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റിമോട്ടായിട്ട് ആക്സസ് ചെയ്യാൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മളിത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ചെയ്യാൻ വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് നമുക്ക് എന്താ വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവുന്ന സമയത്ത് നമുക്കൊരു ബാച്ച് തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു എൻഡ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് അവർ തരിക. അപ്പോൾ അത് ഒരുപാട് ലാഗായി കഴിഞ്ഞാൽ അവർ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ, നമ്മൾ അതിന് ആൻസറബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നജീബ് ഡൗട്ട് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റാത്തത്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അത് എന്തുണ്ട്, അത് കംപ്ലീറ്റ് റെക്കോർഡ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പം പിന്നെ മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു കാര്യം, എന്തൊരു കാര്യമാണെങ്കിലും, ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ CCNA കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ചിലപ്പോൾ നിങ്ങൾ ലൈവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്
ചിലപ്പോൾ നിങ്ങൾക്ക് CCNA പഠിക്കാത്തൊരു കാര്യം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സാമ്പിൾ പറയുകയാണ്, ഒരു BGP എന്ന് പറയുന്ന പ്രോട്ടോകോൾ നമ്മൾ CCNA പഠിക്കുന്നില്ല, അത് CCNP വരുന്ന പ്രോട്ടോകോളാണ്. പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്കൊരു റിക്വയർമെന്റ് വന്നു, BGP കോൺഫിഗറിന്റെ റിക്വയർമെന്റ് വന്നാൽ അത് നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാലിബർ, ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം കുറേയൊക്കെ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ഡീൽ ചെയ്യേണ്ടി വരും. ഓക്കെ, പണ്ടത്തെ സിലബസിനകത്ത് SSH ഉണ്ടായിരുന്നില്ല, പുതിയ സിലബസിനകത്താണ് SSH ആഡ് ചെയ്തത്. അപ്പോൾ പണ്ടത്തെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഗൂഗിളിൽ നോക്കി തപ്പി. പിന്നെ അതേമാതിരി തന്നെ സിസ്കോന്റെ റൂട്ടർ പാസ്വേഡ് റിക്കവറി. ഓക്കെ, സിസ്കോ റൂട്ടറിന്റെ പാസ്വേഡ് റിക്കവറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നേരെ മറിച്ച് സ്വിച്ചിന്റെ പാസ്വേഡ് റിക്കവറി നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ സ്വിച്ചിന്റെ പാസ്വേഡ് റിക്കവറി എങ്ങനെയാണ് നിങ്ങൾ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് ഗൂഗിളിൽ നോക്കിയിട്ടും, ഇപ്പം ഞാൻ പറഞ്ഞില്ല ChatGPT ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, അത് പല പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യാനുള്ള ഒരു ഐഡിയയും കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കിയിരിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ടോപ്പ് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ല? അതിന്റെ സെൻസിൽ നിങ്ങൾ എടുക്കണം. നിങ്ങൾ അതല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ് നിങ്ങളോട് ഗൂഗിളിൽ നോക്കാൻ പറഞ്ഞെന്ന് വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രിവിലേജ് മോഡിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡുകൾ. ഇനി നമ്മൾ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോവാണ്. കോൺഫിഗറേഷൻ മോഡിൽ നിന്ന് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്യുക, എനേബിൾ പാസ്വേഡ് സെറ്റ് ചെയ്യുക, എനേബിൾ സീക്രട്ട് സെറ്റ് ചെയ്യുക, ബാനർ സെറ്റ് ചെയ്യുക, പിന്നെ സർവീസ് പാസ്വേഡ് എൻക്രിപ്ഷൻ എനേബിൾ ആക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോൺഫിഗറേഷൻ മോഡിൽ നിന്ന് കൂടുതൽ നമ്മൾ ബേസിക്കലി ചെയ്യാറ്. ഇത് കൂടാതെ ഓരോന്നും ചെയ്യും, അത് ഓരോരോ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരും. അപ്പോൾ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഫിഗർ ടെർമിനൽ എന്നുള്ള കമാൻഡ് അടിക്കണം. അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ മോഡിലെത്തി. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഹോസ്റ്റ് നെയിം കാലിക്കറ്റ് നടിച്ചു. വേണ്ട, ഇൻഫോ ക്യാമ്പസ് എന്നുള്ള ഹോസ്റ്റ് നെയിം മാറിയിട്ട് ഇവിടെ കാലിക്കറ്റ് എന്ന് വന്നു. പിന്നെ ബാനർ MOTD മെസ്സേജ് ഓഫ് ദ ഡേ എന്നാണ്. ബാനറിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ബാനർ MOTD എന്ന് അടിച്ചിട്ട് എന്തെങ്കിലും ഒരു സിമ്പൽ അടിക്കുക. ഓക്കെ, ഇനി ആ സിമ്പൽ വെച്ചിട്ട് വേണം ആ മെസ്സേജ് നിങ്ങൾ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ അടിച്ചോ അത് നമുക്ക് പ്രശ്നം, അതൊക്കെ നിങ്ങൾ ബാനറിന്റെ ഉള്ളിലായിട്ട് വരും. അപ്പോൾ നിങ്ങൾ വെൽക്കം എന്നോ എന്തെങ്കിലും കമാൻഡ് കാര്യങ്ങളൊക്കെ, കമാൻഡ്സ് അല്ല, നിങ്ങൾ അടിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് @ വെച്ചിട്ടായിരുന്നു. ഈ @ വെച്ചിട്ട് തന്നെ അത് എൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം @ പോയി. ഓക്കെ, @ വെച്ചിട്ട് നമ്മൾ എൻഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എൻഡ് അടിച്ചു, എക്സിറ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് ബൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഈ മെസ്സേജാണ് കാണിക്കുക. നിങ്ങൾ ഈ അടിച്ച ബാനറാണ് ഫസ്റ്റ് കാണിക്കുക. ഓക്കെ, ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല, കാരണം ഷോ സ്റ്റാർട്ടിൽ നമ്മൾ വേറൊരു ബാനർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോൺഫിഗറേഷൻ മോഡിലെ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്യാൻ പഠിച്ചു, പിന്നെ ഒന്ന് ബാനർ സെറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് കോൺഫിഗറേഷൻ മോഡിന് എനേബിൾ പാസ്വേഡ് സിസ്കോ 1, എനേബിൾ സീക്രട്ട് സിസ്കോ. ഇപ്പൊ സിസ്കോ പറയുന്നത് സീക്രട്ട് പാസ്വേഡ് സെറ്റ് ചെയ്യാനാണ്. കാരണം സീക്രട്ട് പാസ്വേഡ് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് ഉണ്ടാവുക, എനേബിൾ പാസ്വേഡ് ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് ഉണ്ടാവുക. നമുക്ക് നോക്കി നോക്കാം. ഷോ റൺ അടിച്ചു. ഓക്കെ, ഈ ഷോ റൺ അടിച്ച സമയത്ത് ആ കമാൻഡ് എക്സിക്യൂട്ട് ആയോ? ഇല്ലേ? ഇൻവാലിഡ് ഇൻപുട്ട്. ഇതെന്താ കാരണം? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഇതെന്താ റീസൺ? ഷോ റൺ വർക്ക് ആവാത്ത എന്തുകൊണ്ടാ? കോൺഫിഗറേഷൻ സേവ് ചെയ്യാത്തതുകൊണ്ടാണോ? അല്ല, നമ്മൾ ഷോ റൺ കമാൻഡ് അടിക്കേണ്ടത് ഏത് മോഡെന്നാ? കോൺഫിഗറേഷൻ മോഡിലായതുകൊണ്ട്. യെസ്, വെരി ഗുഡ്. നജീബ് പറഞ്ഞ കാര്യം, കാരണം ഇത് കോൺഫിഗറേഷൻ മോഡിലാണ്. ഇപ്പൊ കോൺഫിഗറേഷൻ മോഡിലായതുകൊണ്ട് ഈ കമാൻഡ് എക്സിക്യൂട്ട് ആവില്ല. ഷോ റൺ എന്ന് അടിക്കേണ്ടത് പ്രിവിലേജ് മോഡ് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് പ്രിവിലേജ് മോഡിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് പ്രിവിലേജ് മോഡിലേക്ക് വന്നിട്ട് ഷോ റൺ എന്ന് അടിക്കാം. ഓക്കെ,
ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. കോൺഫിഗറേഷൻ മോഡിന് തന്നെ ഡു എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ഡു ഷോ റൺ എന്നടിക്കാം. അപ്പൊ എന്ത് കമാൻഡ് നിങ്ങൾക്ക് പ്രിവിലേജ് മോഡിലേക്ക് പോയിട്ട് അടിക്കണോ ആ കമാൻഡ് അടിച്ചതിന് ശേഷം അതിന്റെ തൊട്ട് മുന്നൊരു ഡു ഇട്ട് കൊടുത്താൽ എന്തായിക്കോളും, അത് കോൺഫിഗറേഷൻ മോഡിലാണെങ്കിൽ പോലും ആ കമാൻഡ് എക്സിക്യൂട്ട് ആയിക്കോളും. ഓക്കെ, ഇപ്പൊ ഡു ഷോ IP റൂട്ട്, ഡു ഷോ റണ്ണ്, അങ്ങനെ എല്ലാ കമാൻഡിനും തൊട്ടപ്പുറത്തൊരു ഡു ഇട്ട് കൊടുത്തേക്കും. ഓക്കെ, അപ്പോൾ ഷോ റണ്ണിൽ കണ്ടോ, നിങ്ങൾ നോക്കിക്കോ, എനേബിൾ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അത്. പക്ഷെ എനേബിൾ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് വായിക്കാൻ പറ്റുന്നില്ല. എൻക്രിപ്ഷൻ ലെവൽ 5 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ 5 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു കമാൻഡും കൂടെ ആ കോൺഫിഗറേഷൻ മോഡ് കാണുന്നുണ്ട്. സർവീസ് പാസ്വേഡ് എൻക്രിപ്ഷൻ. ഈ കമാൻഡ് സർവീസ് പാസ്വേഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ പാസ്വേഡ് അടക്കം എന്തൊക്കെ പാസ്വേഡ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അത് കംപ്ലീറ്റ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഡു ഷോ റൺ ഒന്നും കൂടെ നോക്കാം. കേട്ടോ, അത് എൻക്രിപ്റ്റഡ് ആയിട്ട്. പക്ഷെ ഇതിന് ലെവൽ വ്യത്യാസമുണ്ട്. ഇത് 5 ആണ്, ഇത് 7 ആണ്. ഇത് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനേക്കാളും ബെറ്റർ 5 ആണ്. ഓക്കെ, ഈ കമാൻഡ്സ് മനസ്സിലായല്ലോ. ഹോസ്റ്റ് നെയിം, എനേബിൾ പാസ്വേഡ്, എനേബിൾ സീക്രട്ട്, ബാനർ, സർവീസ് പാസ്വേഡ് എൻക്രിപ്ഷൻ. ഇത്രയും കമാൻഡ്സ് ആണ് നമ്മൾ കോൺഫിഗറേഷൻ മോഡിൽ ഇന്ന് പഠിച്ച കമാൻഡ്സ്. ഇത് കൂടാതെ കുറേ കമാൻഡുകൾ നിങ്ങൾ CCNA പഠിക്കും. ഓരോരോ ചാപ്റ്റർ വരുമ്പോഴും അത് പഠിക്കും. പിന്നെ നമ്മൾ ഇന്റർഫേസ് മോഡിലേക്ക് പോകാൻ പോവാണ്. അപ്പം ഇന്റർഫേസ് G0/4 എന്നൊക്കെ അടിച്ച് ഒരു ഇന്റർഫേസ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, IP അഡ്രസ് എന്ന് പറയുന്ന കമാൻഡ്. IP അഡ്രസ് ഓക്കെ 12.3.4.5 എന്തെങ്കിലും ഒരു IP അഡ്രസ് ഞാൻ വെറുതെ കൊടുക്കുകയാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൊടുത്തു. നോ ഷട്ട് ഡൗൺ. അപ്പൊ IP അഡ്രസ് എന്ന് പറയുന്നത് ഇന്റർഫേസ് മോഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമാൻഡാണ്. രണ്ടാമത്തെ കമാൻഡ് എന്താണ്, നോ ഷട്ട് ഡൗൺ ആൻഡ് ഷട്ട് ഡൗൺ. ഷട്ട് ഡൗൺ അടിച്ചാൽ എന്താ സംഭവിക്കുക, ആ ഇന്റർഫേസ് ഡൗൺ ആയി പോകും. ഓക്കെ, നോ ഷട്ട് ഡൗൺ അടിച്ചാലോ, നോ ഷട്ട് ഡൗൺ അടിച്ചാലോ ആ ഇന്റർഫേസ് അപ്പാകും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു ഇന്റർഫേസ് കൂടെ ട്രാഫിക് ഒന്നും പോകണ്ട, അതിനെ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇന്റർഫേസിൽ വന്നിട്ട് ഷട്ട് ഡൗൺ എന്ന് പറയുന്ന കമാൻഡ് അടിച്ചാൽ മതി. റൂട്ടറിനകത്ത് എല്ലാ ഇന്റർഫേസുകളും ബൈ ഡിഫോൾട്ട് ആയിട്ട് ഷട്ട് ഡൗൺ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ IP അഡ്രസ് കൊടുത്താൽ പോലും ആ ഇന്റർഫേസ് വർക്ക് ചെയ്യില്ല. അത് നിങ്ങൾ നോ ഷട്ട് ഡൗൺ അടിക്കണം. പിന്നെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാം. ലിങ്ക് അല്ലെങ്കിൽ ഇന്റർഫേസ് കണക്റ്റിംഗ് ടു ഇന്റർഫേസ് കണക്റ്റിംഗ് ടു ഇന്റർനെറ്റ്, ISP, എയർടെൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഇത് എന്താണ്, ഇതൊരു ഡോക്യുമെന്റേഷൻ പർപ്പസ് ആണ്. വേറൊരു അഡ്മിനിസ്ട്രേറ്റർ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ടീമായിട്ടേക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ റിസൈൻ ചെയ്ത് പോകും. അപ്പോൾ പുതിയൊരാൾ വരുന്ന സമയത്ത് അവർക്ക് ജസ്റ്റ് ഷോറൺ അടിച്ചു നോക്കുമ്പോൾ തന്നെ ഈ ഇന്റർഫേസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. കണക്ഷൻ ടു ഫ്ലോർ നമ്പർ 3, അല്ലെങ്കിൽ കണക്ഷൻ ടു ബിൽഡിംഗ് നമ്പർ
5 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പിന്നെ ഒരു ഇന്റർഫേസിന്റെ ബാൻഡ് വിഡ്ത്ത് മാറ്റാം. ബാൻഡ് വിഡ്ത്ത് അതൊന്നും ഇപ്പോൾ സാധാരണ CCNA നിങ്ങൾ പഠിക്കാറില്ല, അത് എന്തിനാണെന്നൊന്നും. ബാൻഡ് വിഡ്ത്ത്, ഡിലേ മാറ്റാം, ഒരു ഇന്റർഫേസിന്റെ ഡിലേ മാറ്റാം. പല പല കാര്യങ്ങളും നമുക്ക് ആ ഇന്റർഫേസിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ CCNA ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇന്റർഫേസിന് IP കൊടുക്കുന്നു, നോ ഷട്ട് ഡൗൺ കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, പിന്നെ ക്ലോക്ക് റേറ്റ് കൊടുക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. പണ്ട് നമുക്ക് പഠിക്കേണ്ടത് ബാൻഡ് വിഡ്ത്ത് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനത്തെ കമാൻഡ്സ് ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പല പല ഇന്റർഫേസുകൾ ഉണ്ടാവും. സീരിയൽ ഇന്റർഫേസ് ഉണ്ടാവും, എതർനെറ്റ് ഇന്റർഫേസ് ഉണ്ടാവും. ഇതിപ്പോൾ സീരിയൽ ഇന്റർഫേസ് ആണ്. എതർനെറ്റ് ഇന്റർഫേസ് ഉണ്ടാവും. അങ്ങനെ പല. പിന്നെ അതേപോലെ തന്നെ സബ് ഇന്റർഫേസ് ഉണ്ടാവും. സബ് ഇന്റർഫേസ് ആണ്. അത് VLAN പഠിക്കുമ്പോഴാണ് നിങ്ങൾ സബ് ഇന്റർഫേസ് എന്തിനാണ് നിങ്ങൾ മനസ്സിലാക്കുക. എക്സിറ്റ് ചെയ്തു, എക്സിറ്റ്. ഞാൻ ഇന്റർഫേസ് G0bar 4.1 ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ സബ് ഇന്റർഫേസിലെത്തും. അപ്പൊ ഇത് ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ഇത് കുറച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ, G0bar 0 എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഇന്റർഫേസ് ആണ്. ഓക്കെ, ഒരു റൂട്ടിന്റെ ഒരു ഇന്റർഫേസ് ആണ് എന്ത്? G0bar 4 എന്ന് പറയുന്നത്. അപ്പൊ കാണാൻ ഒരൊറ്റ ഇന്റർഫേസ് ആണ്. പക്ഷെ ഇതിന് നമുക്ക് വേണമെങ്കിൽ ലോജിക്കലി എന്ത് ചെയ്യാം? ഇതിനുള്ളിൽ കൂടെ മൾട്ടിപ്പിൾ സബ് ഇന്റർഫേസുകൾ ഉണ്ടാക്കി കൊടുക്കാം. ഒരു വലിയ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ ചെറിയ ചെറിയ പൈപ്പുകൾ ഇട്ട്, ഒരു പൈപ്പിനകത്ത് കൂടെ നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നു, ഒരു പൈപ്പിനകത്ത് കൂടെ നമ്മൾ പെട്രോൾ കൊണ്ടുപോകുന്നു, ഒരു പൈപ്പിനകത്ത് കൂടെ നമ്മൾ ഗ്യാസ് കൊണ്ടുപോകുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ ഒരൊറ്റ ഫിസിക്കൽ ഇന്റർഫേസ്, അതേപോലെയുള്ള ഒരു സംഭവമാണ്. ഒരു ഫിസിക്കൽ ഇന്റർഫേസിനകത്ത് കൂടെ G0bar 0.1 എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കൂടെ നമുക്ക് VLAN 1 കൊണ്ടുപോവാം. G0bar 4.2 എന്ന് പറഞ്ഞിട്ട് വേണം VLAN 2 കൊണ്ടുപോവാം. അപ്പൊ അത് നമ്മൾ ചാപ്റ്ററിൽ VLAN എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു മോഡ് ഉണ്ട് എന്ന് നിങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഒരു സബ് ഇന്റർഫേസ് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട്. ഇന്റർഫേസ് കമാൻഡിലുള്ള ഇന്റർഫേസ് മോഡിലുള്ള എല്ലാ കമാൻഡ്സും എന്ത് ചെയ്യും? സബ് ഇന്റർഫേസ് മോഡിലും വർക്ക് ചെയ്യും. ഷട്ട് ഡൗൺ, IP അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ സബ് ഇന്റർഫേസ് മോഡിലും വർക്ക് ചെയ്യുന്നതാണ്. ഇനി ഇപ്പോൾ ഇന്റർഫേസ് മോഡ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈൻ മോഡാണ്. ലൈൻ മോഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? എക്സിറ്റ് അടിച്ചു, ലൈൻ കൺസോൾ 0. ഈ കൺസോൾ എന്ന് പറയുന്നത് ഒരു ഇന്റർഫേസ് അല്ല. ഓക്കെ, ഒരു മാനേജ്മെന്റ് പോർട്ടാണ് കൺസോൾ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾ ഡാറ്റ അല്ല കൊണ്ടുപോകുന്നത്. അതിനകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് റൂട്ടറിനെ കോൺഫിഗർ ചെയ്യുക. അപ്പോൾ റൂട്ടറിനെ കോൺഫിഗർ ചെയ്യപ്പെടുന്ന പോർട്സിനൊക്കെ ഇന്റർഫേസിനൊക്കെ നമ്മൾ ലൈൻ മോഡ് വെച്ചിട്ടാണ് കോൺഫിഗർ ചെയ്യുക. അപ്പോൾ ഈ ലൈൻ മോഡിൽ ഞാൻ ഇപ്പോൾ കൺസോൾ പോർട്ടിൽ ഞാൻ എന്ത് ചെയ്യാണ്? പാസ്വേഡ് സിസ്കോ എന്ന് കൊടുത്തു. പാസ്വേഡ് എല്ലാത്തിനും സിസ്കോ കൊടുക്കുന്നതിനോട് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങളും അതേമാതിരി തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കോമൺ പാസ്വേഡ് യൂസ് ചെയ്യുക. പാസ്വേഡ് സിസ്കോ എന്ന് കൊടുത്തു. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എൻഡ് അടിച്ചു, എക്സിറ്റ് അടിച്ചു. ഇപ്പൊ കണ്ടോ? സോറി ഓക്കെ. അപ്പോൾ പാസ്വേഡ് ചോദിച്ചില്ല കേട്ടോ. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. സിസ്കോ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ മോഡിൽ വന്നിട്ട് ലൈൻ കൺസോൾ 0 വന്നിട്ട് നമ്മൾ പാസ്വേഡ് കൊടുത്തു. പക്ഷെ പാസ്വേഡ് കൊടുത്തെങ്കിലും അതിനകത്ത് എഫക്റ്റ് ഒന്നും വന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഒരു കമാൻഡും കൂടെ നമ്മൾ എഴുതാണ്ട്, എന്താണ്? ലോഗിൻ. പാസ്വേഡിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ, പാസ്വേഡ് കൊടുത്തതിനെ കൊണ്ട് മാത്രം കാര്യമായില്ല, അതിനകത്ത് സെക്യൂരിറ്റി ഇംപ്ലിമെന്റഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ എന്നുള്ള കമാൻഡും കൂടെ കൊടുക്കണം. ഇനി നമുക്കൊന്ന് എൻഡ് അടിച്ചിട്ട് എക്സിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ, നമ്മൾ യൂസർ മോഡിൽ പോലും എത്തിയില്ല. അപ്പൊ യൂസർ മോഡിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ കൺസോൾ പോർട്ടിൽ കൊടുത്ത കൺസോൾ പാസ്വേഡ് അടിക്കണം. അപ്പൊ അത് നമ്മൾ കൊടുത്തത് സിസ്കോ ആണ്, അത് അടിച്ചു. കണ്ടോ, ഇപ്പോഴാണ് നമ്മൾ യൂസർ മോഡിൽ എത്തിയത്. അപ്പോൾ നിങ്ങൾ കൺസോളിൽ കൂടെ, അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മൾ വിചാരിക്കുക നിങ്ങളൊരു റാക്ക് റൂം ഉണ്ട്. നിങ്ങൾ റാക്ക് റൂമിനകത്ത് കുറേ റൂട്ടേഴ്സും സ്വിച്ചസും ഒക്കെ നിങ്ങൾ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും കൺസോളിൽ പോയിട്ട് പാസ്വേഡും കൂടെ കൊടുത്തു വെച്ചേക്കുക. ഇൻ കേസ് ആരെങ്കിലും സെക്യൂരിറ്റിക്കാരനെയൊക്കെ ബൈപ്പാസ് ചെയ്ത് എങ്ങനെയെങ്കിലും കൺസോൾ പോർട്ടൊക്കെ ഈ ഡിവൈസിൽ കണക്ട് ചെയ്താൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
കൺസോൾ മോഡിൽ ഇതിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്താൻ പറ്റില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസോൾ പാസ്വേഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസോൾ പാസ്വേഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈൻ മോഡിൽ വരണം. ലൈൻ മോഡിൽ വരിക എങ്ങനെയാണ്, ലൈൻ മോഡിൽ വരാനുള്ള കമാൻഡ് എന്താണ്, കോൺഫിഗർ ടെർമിനൽ അടിച്ചിട്ട് ലൈൻ കൺസോൾ 0. ഇതേമാതിരി തന്നെ. അപ്പം ലൈൻ കൺസോൾ 0യിൽ അടിക്കുന്ന എന്തൊക്കെ കമാൻഡ്സ് ആണെന്നും കൂടെ പറഞ്ഞുതരാം. ബേസിക് ആയിട്ട് നമ്മൾ ലൈൻ കൺസോളിൽ അടിക്കാന്ന് പറയുന്നത്, ഒന്ന് പാസ്വേഡ്, ഓക്കെ, പിന്നെ 2 ലോഗിൻ എന്ന് പറയുന്ന കമാൻഡ്, പിന്നെ മൂന്നാമത്തത് EXEC ടൈം ഔട്ട്. EXEC -ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈം ഔട്ട് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ട്, നമ്മൾ ഈ കൺസോൾ കൂടെ ആരെങ്കിലും കണക്ട് ചെയ്തു, നമ്മളിപ്പോൾ 10 മിനിറ്റ്, ഞാൻ ഇപ്പോൾ 10 കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് 10 സെക്കൻഡാണ് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വെറുതെ ഇങ്ങനെ ഒന്നും ടൈപ്പ് ചെയ്യാണ്ട് 10 മിനിറ്റ് 10 സെക്കൻഡ് ഇവിടെ വെറുതെ ഇരുന്നാൽ ഇയാൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് റൂട്ടർ ബൂട്ട് ചെയ്ത് വന്ന് എനേബിൾ മോഡിൽ എത്തി നിൽക്കില്ല. റൂട്ടർ ബൂട്ടാവുന്നൊന്നുമില്ല, പക്ഷെ ഫസ്റ്റ് നമ്മൾ ആ ഫസ്റ്റ് മോഡിൽ എത്തി നിൽക്കുന്നുണ്ടല്ലോ, ഏത് മോഡിലാണ് നമ്മൾ ഫസ്റ്റ് എത്തി നിൽക്കുക, അവിടെ വന്നിട്ടാവും. അവിടെ നമ്മൾ കംപ്ലീറ്റ് കമാൻഡ്സ് ഒക്കെ അടിച്ച് പാസ്വേഡ് ഒക്കെ അടിച്ച് നമ്മൾ ഈ ലെവലിലേക്ക് വരേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ നിങ്ങൾ വിൻഡോസിനകത്ത് നിങ്ങൾ സ്ക്രീൻ സേവറിന്റെ ടൈം ശരി, ഇപ്പോൾ സ്ക്രീൻ സേവർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങളോട് വീണ്ടും പാസ്വേഡ് ചോദിക്കുന്നില്ല, അതേമാതിരി തന്നെ നമുക്ക് വേണമെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ടൈം ഔട്ട് ആയി, EXEC ടൈം ഔട്ട്. പിന്നെ അബ്സല്യൂട്ട് ടൈം ഔട്ട് എന്ന് പറഞ്ഞ സംഭവം, അത് ഒരിക്കലും കൊടുക്കരുത്. ഇത് സാധാരണ ലൈവിൽ കൊടുക്കാറില്ല. ഇത് എന്തിനു വേണ്ടി വെച്ചാൽ EXEC ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ 10 മിനിറ്റും 10 സെക്കൻഡും നമ്മൾ കമാൻഡ്സ് ഒന്നും അടിക്കാണ്ട് നിന്നെങ്കിൽ മാത്രമേ ഇത് ഔട്ടായി പോകുള്ളൂ. നേരെ വെച്ചാൽ അബ്സല്യൂട്ട് ടൈം ഔട്ട് നിങ്ങൾ കൊടുത്താലോ, നിങ്ങൾ കമാൻഡ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും വൺസ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 10 മിനിറ്റ് 10 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഔട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് ടൈം ഔട്ട് വളരെ റെയർ സിറ്റുവേഷൻസിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. ആ കമാൻഡ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, കൺസോൾ 0 എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആണോ? അതെ. അതെന്താ വെച്ചാൽ നമ്മളെ റൂട്ടറിനൊക്കെ ഒറ്റ കൺസോൾ പോർട്ടേ ഉണ്ടാവുള്ളൂ. അതേമാതിരി തന്നെ ഒറ്റ ഓക്സിലറി പോർട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ റൂട്ടറിന് ഓക്സിലറി പോർട്ട് ഇല്ല, അത് 800 സീരീസ് ആയതുകൊണ്ട് ഇതിനകത്ത് ഓക്സിലറി പോർട്ട് ഇല്ല. പക്ഷേ ടെൽനെറ്റ് പോർട്ട് മൾട്ടിപ്പിൾ ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം എക്സിറ്റ് അടിച്ചു, ലൈൻ കൺസോൾ എന്നടിച്ചു, കണ്ടോ, ഇവിടെ 0 ഓപ്ഷൻ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. 0 എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം. അതിന് പകരം നമ്മൾ ഇതേമാതിരിയുള്ള വേറൊരു ലൈൻ മോഡാണ് VTY മോഡ് എന്ന് പറയും. VTY മോഡ് എന്ന് പറയുന്നത് ടെൽനെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡാണ്. അതായത് ഒരു റൂട്ടറിനകത്തേക്ക് നിങ്ങൾക്ക് ടെൽനെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൈൻ VTY 1, ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുകയാണ് VTY, കണ്ടോ, 0 to 165 വരെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ലൈൻ VTY 04 അടിച്ചു എന്ന് വിചാരിക്കാം. 04 അടിച്ച് 0 to 4 വരെ ഒരുമിച്ച് കമാൻഡ് ഉണ്ട്. അപ്പൊ ഇനി ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ നമ്മൾ പാസ്വേഡ് സിസ്കോ കൊടുത്തു, ലോഗിൻ എന്നുള്ള കമാൻഡ്. ലോഗിൻ കൊടുക്കണമെന്നില്ല, അതിനകത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ടെൽനെറ്റിൽ മാത്രം ബൈ ഡിഫോൾട്ട് ആയിട്ട് ലോഗിൻ ഉണ്ടാവും. അപ്പൊ ഇനി എന്താ സംഭവിക്കാന്നറിയോ, ഈ റൂട്ടർ നിങ്ങളെ റാക്ക് റൂമിലാണ് ഉള്ളത്. ഓക്കെ, ഈ റൂട്ടറിനകത്തേക്ക് ആർക്കെങ്കിലും കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടെൽനെറ്റ് നടിച്ചും കണ്ട് ഈ റൂട്ടറിന്റെ IP അടിച്ചാൽ മതി. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ പോയിട്ട്, ഈ റൂട്ടറുമായിട്ട് കണക്ഷൻ ഉള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടെൽനെറ്റ് ചെയ്താൽ മതി ഇതിനകത്തേക്ക്. അപ്പൊ ഈ 04 എന്ന് പറഞ്ഞിട്ടുള്ള എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ, സെയിം ടൈമിൽ 5 പേർക്ക് വരെ ഇതിനകത്തേക്ക് ടെൽനെറ്റ് ചെയ്ത് കയറാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ചിലപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരേ സമയത്ത് ട്രബിൾ ഷൂട്ട് ചെയ്യാം, എന്താ പ്രോബ്ലം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഈ ഡിവൈസിൽ ലോഗിൻ ചെയ്യാം. അങ്ങനെ 0 to 165 വരെ, അതായത് 166 166 പേർക്ക് വരെ നമുക്ക് അറ്റ് എ ടൈം വേണമെങ്കിൽ റൂട്ടിനകത്തേക്ക് ടെൽനെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമുക്ക് 04. പക്ഷെ കൺസോളിലൊക്കെ നിങ്ങൾ ഒറ്റ കൺസോൾ പോർട്ടേ ഉണ്ടാവുള്ളൂ ഒരു റൂട്ടറിനകത്ത്. അവിടെ ലൈൻ കൺസോൾ 0 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ടെൽനെറ്റിനകത്ത് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടാവും. ഓക്കെ സാർ, ഇത് രണ്ട് പോർട്ട്, അപ്പോ കൺസോൾ പോർട്ടും ഈ ടെൽനെറ്റും രണ്ട് പോർട്ടാ? അത് രണ്ടും വേറെ വേറെ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇതിപ്പോ ഒരു റൂട്ടറാണ് കേട്ടോ.
ഈ റൂട്ടറിന് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് കൺസോൾ പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നില്ല റൂട്ടറിന്റെ വാട്സപ്പില്? Yes. ഒറ്റ മിനിറ്റ്, അത് ആ പിക്ചർ എടുക്കട്ടെ ഒന്ന്. ആ പിക്ചർ ഒന്ന് നിങ്ങൾ വലുതാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു നീല ആ കൺസോൾ പോർട്ട് കണക്ട് ചെയ്തൊരു പോർട്ട് ഉണ്ട്, ഒരു നീല കളറിലൊരു ചെറിയൊരു ലൈൻ ഉണ്ട് അതിന്റെ താഴത്തായിട്ട്. ഓക്കെ, അപ്പൊ അതെന്താണ്? അതാണ് കൺസോൾ പോർട്ട്. ഒരു റൂട്ടറിന് ഒരൊറ്റ കൺസോൾ പോർട്ടേ ഉണ്ടാവുള്ളൂ. സോറി, ഒറ്റ കൺസോൾ പോർട്ട്. ഇപ്പോൾ വരുന്ന റൂട്ടറിനകത്ത് രണ്ടെണ്ണം കാണാൻ പറ്റും, പക്ഷെ അറ്റ് എ ടൈം ഒന്നേ വർക്കുള്ളൂ. അതായത് ഒന്ന് എതർനെറ്റ് ആയിട്ടും കാണാൻ പറ്റും, ഒന്ന് USB ആയിട്ടും കാണാൻ പറ്റും നിങ്ങൾക്ക് പുതിയ റൂട്ടറിനകത്ത്. അപ്പോൾ നിങ്ങൾ റൂട്ടർ നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ റൂട്ടറിന്റെ അടുത്ത് പോയി നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് കൺസോൾ പോർട്ട് ഒറ്റയൊന്നേ കാണാൻ പറ്റുള്ളൂ, ഓക്സിലറി പോർട്ട് ഒറ്റയൊന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ VTY എന്ന് പറയുന്ന പോർട്ട് നിങ്ങൾക്ക് കാണാനേ പറ്റൂല. കാരണം അത് വിർച്വൽ ടെലിപോർട്ടാണ്. വിർച്വൽ ടെലെ എന്ന് പറഞ്ഞാൽ വിർച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ അല്ല, അത് കാണാൻ പറ്റൂല, വിർച്വൽ ആണ് സംഭവം. വിർച്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരിച്ച് ഇതിപ്പോ കൺസോൾ പോർട്ട് ആണെങ്കിൽ നിങ്ങൾ PC-ന്റെ കോം പോർട്ടോ അല്ലെങ്കിൽ നമ്മൾ USB പോർട്ടോ വഴി ഡയറക്റ്റ് നമുക്ക് ഈ റൂട്ടറിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൂട്ടറിനകത്തേക്ക് കണക്ട് ചെയ്തിട്ട് റൂട്ടറിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇനി ടെൽനെറ്റ് നമ്മൾ എന്തിനാ അടിക്കുന്നത് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഈ റൂട്ടർ ഹെഡ് ഓഫീസിലെ റൂട്ടറാണ്. ഓക്കെ, പല ബ്രാഞ്ചുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. പല ബ്രാഞ്ചിലുള്ള റൂട്ടേഴ്സിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഈ ബ്രാഞ്ചിലുള്ള ഒരു അഡ്മിൻ എന്ത് ചെയ്താൽ മതി? ഇയാളെ കമ്പ്യൂട്ടർ, ഇയാൾ ചിലപ്പോൾ കേരളത്തിലേക്ക് ഇരിക്കുന്നത്, ചിലപ്പോൾ ഡൽഹിയിലേക്കും ഈ റൂട്ടർ ഉണ്ടാവുക. ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് അയാളെ PC എടുത്ത് അതിന്റെ കമാൻഡ് പ്രോംപ്റ്റിൽ നിന്ന് ടെൽനെറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഇന്റർഫേസിന്റെ IP അഡ്രസ് കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഈ റൂട്ടറിന്റെ ഏതെങ്കിലും ഒരു ഇന്റർഫേസിന്റെ IP അഡ്രസ് കൊടുത്താൽ എന്തായി? ഇയാൾ ഇതിനകത്തേക്ക് ടെൽനെറ്റായി, അയാൾക്കത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. സെയിം ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഒരു അഡ്മിനും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഡൽഹി റൂട്ടറിലേക്ക് ടെൽനെറ്റ് ചെയ്ത് കയറാം. കാരണം നമ്മൾ മൾട്ടിപ്പിൾ പോർട്ടുകളിൽ പാസ്വേഡ് കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ പാസ്വേഡ് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ VTY പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കാണാൻ പറ്റൂല, അത് വിർച്വൽ ആണ്. അത് മൾട്ടിപ്പിൾ നമ്പേഴ്സ് ഉണ്ടാകും, മൾട്ടിപ്പിൾ നമ്പേഴ്സ് കൊടുക്കാൻ പറ്റും. നമ്മൾ എല്ലാത്തിനും സെയിം പാസ്വേഡ് കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് നമ്മളിപ്പോൾ കയറുന്ന സമയത്ത് നമുക്ക് അറിയില്ല ഇതിന്റെ മുന്നേ എത്ര ആൾക്കാർ കയറിയെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. ആദ്യം കയറുന്ന ആൾക്ക് 0 കൊടുക്കും, അടുത്ത ആൾക്ക് 1 കൊടുക്കും, അടുത്ത ആൾക്ക് 2 കൊടുക്കും, അടുത്ത ആൾക്ക് 3 കൊടുക്കും. അപ്പൊ നമ്മൾ കയറാൻ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല എത്ര ആൾക്കാർ നമ്മൾ അതിന്റെ മുന്നേ കയറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും വേറെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ സെയിം പാസ്വേഡാണ് സാധാരണ കൊടുക്കുക. ഇപ്പൊ ക്ലിയർ ആയോ ഡൗട്ട്? യെസ് സാർ, ഇത് ക്യാൻസൽ ആക്കാൻ എന്താ ചെയ്യാ? VTY ടെൽനെറ്റിന്റെ എല്ലാ സംഭവത്തിന്റെയും എല്ലാ കമാൻഡും സിസ്കോ റൂട്ടറിന്റെ ഒരുവിധ എല്ലാ കമാൻഡ്സുകളും നമ്മൾ റിവേഴ്സ് ചെയ്യാൻ നോ കൊടുത്തിട്ടാണ്. അപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കാം നമ്മൾ നോ പാസ്വേഡ് എന്ന് കൊടുത്താൽ എന്തായി എന്നറിയാം? ഇതിന്റെ പാസ്വേഡ് പോയി. ഓക്കെ, നോ ലോഗിൻ എന്ന് കൊടുത്താൽ എന്തായി? ആ ലോഗിൻ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? പാസ്വേഡ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ പാസ്വേഡ് ചോദിക്കേണ്ടെന്നാണ് ഇതിന്റെ കമാൻഡിന്റെ അർത്ഥം. ലോഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ലോഗിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് കമാൻഡ് അടിച്ചോ അത് നേരെ റിവേഴ്സ് ചെയ്യാനുള്ള കമാൻഡ് നോ കമാൻഡാണ്. പക്ഷെ ആ കമാൻഡ് നിങ്ങൾ ഏത് മോഡിൽ നിന്നാണോ അടിച്ചത് ആ മോഡിൽ നിന്ന് അടിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഡു ഷോ IP ഇന്റർഫേസ് ബ്രീഫ്, നമ്മൾ ഇതിനകത്ത് ഒരു ലൂപ്പ് ബാക്ക് ഇന്റർഫേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് 100 എന്ന് പറയുന്ന IP കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഇന്റർഫേസ് ലൂപ്പ് ബാക്ക് 100ൽ കയറി. ഓക്കെ, എന്നിട്ട് ഞാൻ നോ IP അഡ്രസ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഈ ലൂപ്പ് ബാക്ക് 100ന്റെ ഈ IP അഡ്രസ് അവിടെ നിന്ന് റിമൂവ് ആയിപ്പോയി. ഇനി നമുക്ക് ഒന്നും കൂടെ ആ കമാൻഡ് അടിച്ചു നോക്കാം. ഡു ഷോ IP ഇന്റർഫേസ് ബ്രീഫ്. ഇപ്പൊ ലൂപ്പ് ബാക്ക് ഇന്റർഫേസ് ഉണ്ട്, പക്ഷെ അതിന് എന്തില്ല? IP അഡ്രസ് ഇല്ല. ഓക്കെ, ഇനി ആ ലൂപ്പ് ബാക്ക് ഇന്റർഫേസേ കളയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോ ഇന്റർഫേസ് ലൂപ്പ് ബാക്ക് 100 ഇങ്ങനെ അടിക്കണം. അപ്പൊ ആ ഇന്റർഫേസ് നമ്മൾ വിർച്വലായിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. ആ ഇന്റർഫേസ് എന്തായിപ്പോയി? കേടായിപ്പോയതല്ല, അത് അവിടുന്ന് റിമൂവ് ആയിപ്പോയി.
ഓക്കെ, അപ്പോൾ ഇപ്പൊ ഇനിയിപ്പോ ഹോസ്റ്റ് നെയിം വേണ്ട, നോ ഹോസ്റ്റ് നെയിം. കണ്ടോ, കാലിക്കറ്റിനുള്ള ഹോസ്റ്റ് നെയിം അവിടെ മാറി. റൂട്ടർ എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. ഏത് റൂട്ടർ ആണെങ്കിലും റൂട്ടർ തന്നെയാണ് വരിക. ഡിഫോൾട്ട് ഹോസ്റ്റ് നെയിമിലേക്ക് അത് മാറി. പിന്നെ നോ എനേബിൾ പാസ്വേഡ്, പാസ്വേഡ് പോയി. നോ എനേബിൾ സീക്രട്ട് പോയി. ഡു ഷോ റൺ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിനകത്ത് പാസ്വേഡ് ഒന്നും ഉണ്ടാവില്ല. ഇനി കണ്ടോ, പാസ്വേഡ് ഒന്നും ഇല്ല ഇവിടെ. ക്ലിയർ ആയില്ലേ? അപ്പൊ എല്ലാ കമാൻഡും നിങ്ങൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തൊരു നോട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വേറൊരു ഇത് കാണിച്ചു തരാം. നമുക്ക് ഷോർട്ട് എക്സപ്റ്റ്, പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചോളൂ. ARP വേണമെങ്കിൽ ഞാൻ പറയാം, കാരണം കുറച്ച് സമയം നമുക്കുണ്ട്. ARP എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇപ്പൊ ഇന്നലെ പഠിച്ച ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നൊരു പ്രോട്ടോകോൾ ഉണ്ട്. നമ്മളെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് ARP എന്ന് പറയുന്നത്. ARPന്റെ ഡ്യൂട്ടി എന്താണ്, ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു IP അഡ്രസ്സ് നമുക്ക് അറിയാമെങ്കിൽ, ഓക്കെ, ഒരു കമ്പ്യൂട്ടറിന് ഒരു IP അഡ്രസ്സ് അറിയാമെങ്കിൽ ആ IP അഡ്രസ്സിന്റെ MAC അഡ്രസ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോളാണ് ARP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ARPന്റെ ഇപ്പം ARP എന്ന് പറയുന്നത് എവിടെ എതർനെറ്റ് ഉണ്ടോ അവിടെയൊക്കെ ARP ഉണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ PC CMD, ഇതിപ്പോ എൻ്റെ കമ്പ്യൂട്ടറാണ്. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും കമ്പ്യൂട്ടർ വെച്ചിട്ട് കണക്ട് ചെയ്തവരുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾ നേരെ ARP-A എന്നുള്ള കമാൻഡ് അടിക്കുക. അപ്പൊ നമുക്ക് പ്രസന്റ്ലി നമ്മൾ ഈ ലാനിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ്സും MAC അഡ്രസ്സും നമുക്ക് കാണാൻ പറ്റും. ഇത് സ്വന്തം ലാനിലുള്ളത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ഓർക്കുക, സ്വന്തം ലാനിലുള്ളത് മാത്രമേ കാണാൻ പറ്റൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ വിചാരിച്ചോ, ഒരു റൂട്ടർ, ഓക്കെ, ഇയാൾക്ക് രണ്ട് ഇന്റർഫേസ് ഉണ്ട്. F0/0 ഉണ്ട്, ഇവിടെ F0/1 ഉണ്ട്. ഇവിടെ ഞാനൊരു സ്വിച്ച് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ PC-കൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ PC-യിൽ ഇരുന്നിട്ട് ഞാൻ ഈ PC-യിലേക്ക് എല്ലാം പിങ് ചെയ്തു. അതേമാതിരി ഞാൻ ഇപ്പുറത്ത് ഒരു സ്വിച്ച് വെച്ചിട്ട്, ഇത് വേറെ സ്വിച്ച് വെച്ചിട്ട് ഇവിടെ കുറച്ച് PC ഉണ്ട്, ഞാൻ ഇവിടേക്ക് ഞാൻ പിങ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ PC-യിൽ നിന്നും ARP-A അടിച്ച് നോക്കിയാൽ ഈ PC-കളുടെ ഒക്കെ IP അഡ്രസ്സും MAC-ഉം കാണാം. ഈ റൂട്ടറിന്റെ ഈ ഇന്റർഫേസ് ഉണ്ടാവുമല്ലോ, ഈ ഇന്റർഫേസിന്റെ IP അഡ്രസ്സും MAC-ഉം കാണാം. പക്ഷെ ഈ കമ്പ്യൂട്ടേഴ്സിന്റെ MAC ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇരുന്നു കൊണ്ട് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ARP എന്ന് പറയുന്നത് എന്താണ്, സ്വന്തം ലാനിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ്. ഈ ARP റിക്വസ്റ്റിനെ ഈ റൂട്ടറിലേക്ക് ഇപ്പൊ ഇവിടുന്ന് ഒരു ARP റിക്വസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ARP റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ആയിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ARP റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ആണ്. ഇപ്പൊ സ്വിച്ച് എന്ത് ചെയ്യും, നമുക്കൊരു പോർട്ട് കൂടെ കിട്ടിയ ഈ സ്വിച്ചിന്റെ എല്ലാ പോർട്ടിലേക്കും അതിനെ സെൻഡ് ചെയ്യും. അത് ഇവിടെയും എത്തുന്നുണ്ട്. പക്ഷെ റൂട്ടർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ബ്രോഡ്കാസ്റ്റിനെ റൂട്ടർ അൺവാണ്ടഡ് ആയിട്ട് ബാക്കിയുള്ള ഇന്റർഫേസിലേക്ക് സെൻഡ് ചെയ്യില്ല. യൂണികാസ്റ്റിനെ മാത്രമേ റൂട്ടർ എന്ത് ചെയ്യുള്ളൂ, ബാക്കിയുള്ള ഇന്റർഫേസിലേക്ക് സെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ബ്രോഡ്കാസ്റ്റിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് റൂട്ടർ എന്ന് പറയുന്നത്. ബ്രോഡ്കാസ്റ്റ് ഡൊമൈനെ ഡിവൈഡ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് റൂട്ടറാണ്. സ്വിച്ചിന് ബ്രോഡ്കാസ്റ്റ് ഡൊമൈനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. VLAN ഉണ്ടാക്കിയാൽ ബ്രോഡ്കാസ്റ്റ് ഡൊമൈനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് ഡൊമൈനും കൊളീഷൻ ഡൊമൈനും ഞാൻ ടോപ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ ലേയേഴ്സ് ചാപ്റ്ററിൽ വരുന്ന സമയത്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പം ARP നിങ്ങൾ കമാൻഡ് ലെവലിൽ നിങ്ങൾ ARP യൂസ് ചെയ്യുക എന്ന് പറയുന്നത്, ഒന്നുകിൽ കമ്പ്യൂട്ടറിൽ നിന്നാണ് നിങ്ങൾ അടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലാനിലുള്ള സകല ഡിവൈസിന്റെയും IP അഡ്രസ്സും MAC അഡ്രസ്സും കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ARP-A അടിക്കുന്നത്.
ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു റൂട്ടർ, ഒരു സ്വിച്ച്, കുറച്ച് സ്വിച്ചുകൾ ഉണ്ട് വിചാരിച്ചു. കുറച്ച് ഇങ്ങനെ സ്വിച്ച്, മൾട്ടിപ്പിൾ സ്വിച്ച് വേണമെങ്കിൽ കൊടുക്കാമല്ലോ, കുറേ PC ഉണ്ടെങ്കിൽ അല്ലേ. ഒരു 48 PC ഇവിടെ ഉണ്ട്, ഒരു 48 PC ഇവിടെ ഉണ്ട്, ഒരു 48 PC ഇവിടെ ഉണ്ട് വിചാരിച്ചു. ഓക്കെ, അപ്പം ഈ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു PCന്ന് ഒരാൾ ടൊറന്റ് ഇട്ടു എന്ന് വിചാരിക്കുക. സപ്പോസ് ഒരാൾ ടൊറന്റ് കോൺഫിഗർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഭയങ്കര ബാൻഡ് വിഡ്ത്ത്, ഇന്റർനെറ്റിന്റെ ഭയങ്കര ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസ് ചെയ്യണം, ഹൈ ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ലാൻ മൊത്തം കൺജസ്റ്റഡ്, ഈ ലാൻ ഫുള്ള് സ്ലോ ആണ്. ഓക്കെ, അപ്പം ഈ നമുക്ക് വേണമെങ്കിൽ വയർ ഷാർക്ക് ഇട്ടിട്ട് ഇപ്പോൾ റൂട്ടറിനകത്തോ അതിനകത്തൊക്കെ വയർ ഷാർക്ക് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, ഇതാ ഏറ്റവും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത് ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വിചാരിക്കാം, നമുക്ക് മനസ്സിലായി 10 അല്ലെങ്കിൽ 192.168.1.100 ആളാണ്, ഈ 100 ആളാണ് എന്ത് ചെയ്യുന്നത്, ഈ ടൊറന്റ് ഇട്ടതെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് ചെയ്താൽ മതി, ഈ ടൊറന്റ് കണക്ട് ചെയ്ത കമ്പ്യൂട്ടറിന്റെ തൽക്കാലത്തേക്ക് നമ്മൾ അയാളെ വിളിച്ചൊന്നും പ്രശ്നമാക്കാതെ നമുക്ക് വേണമെങ്കിൽ ഈ സ്വിച്ചിന്റെ ഈ പോർട്ടിൽ കയറിയിട്ട്, ഇതാണ് 100 എന്ന് വിചാരിക്കുക, ഈ PC ആയിരുന്നു എന്ന് വിചാരിക്കുക, ഈ ഇതിനെപ്പറ്റി ഷട്ട് ഡൗൺ ചെയ്താൽ മതി അല്ലേ, ഷട്ട് ഡൗൺ ചെയ്ത്. പക്ഷെ സ്വിച്ച് എന്ന് പറയുന്നത് ലെയർ 2 ഡിവൈസ് ആയതുകൊണ്ട് ഇയാൾക്ക് MAC അഡ്രസ് നോക്കിയിട്ടല്ലേ ഇയാളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാളെ MAC അഡ്രസ്, ഇപ്പൊ IP അഡ്രസ് നമുക്കറിയാം, അയാളെ MAC അഡ്രസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റൂട്ടറിൽ വന്നിട്ട് ഷോ IP ARP അടിക്കുക, ഷോ IP ARP അടിച്ചിട്ട് MAC അഡ്രസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ സ്വിച്ചിൽ വന്നിട്ട് ഷോ MAC അഡ്രസ് ടേബിൾ എന്നുള്ള കമാൻഡ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇയാൾ ഏത് പോർട്ടിലാണുള്ളത് കിട്ടും, അയാളെ വേണമെങ്കിൽ പിടിച്ചിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പല ആവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് നിങ്ങളെ ലൈവിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് IP-ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള MAC അഡ്രസ് എത്രയാന്ന് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യം വരും. ഡിവൈസുകൾക്ക് എന്തായാലും അത് വേണം, കാരണം വെച്ചാൽ ഒരു ഡിവൈസിലേക്ക് ഒരു ഡാറ്റ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ IP-ന്റെ കറസ്പോണ്ടിങ് MAC-ഉം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അയക്കാൻ പറ്റുള്ളൂ. സ്വന്തം ലാൻഡിലുള്ള കാര്യം കേട്ടോ പറയുന്നത്. ഗേറ്റ് വേയിലേക്ക് വിടുന്ന സമയത്ത് ഗേറ്റ് വേന്റെ MAC വെച്ചിട്ട് ഡാറ്റ പോവുക പുറത്തുള്ള നെറ്റ്വർക്കിലേക്ക് പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ ഇത് നിങ്ങൾക്ക് ഈ ARP എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ARP എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ ARP ഞാൻ CCNA പഠിപ്പിച്ചില്ല. CCNA ടോപ്പിക്കിൽ ഞാൻ ARP എന്ന് പറയുന്ന സംഭവമേ ഞാൻ പഠിപ്പിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ChatGPT-യിൽ പോകും. ലോഗിൻ ചെയ്യും, ലോഗോ ടൈപ്പ് ഉണ്ടല്ലോ. ഓക്കെ,
അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? ChatGPT നമുക്ക് ChatGPT തന്നെ വേണമെന്നില്ല, ഗൂഗിളാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പം എയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ അതും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയെന്ന് മാത്രം. കാരണം ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് പേജസ് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പ്ലനേഷൻ കിട്ടുക. പക്ഷെ ChatGPT എന്ത് ചെയ്യും? അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടുള്ളത് പുള്ളി തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുതരും. കണ്ടോ? അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചത്? ഹായ് ChatGPT, ക്യാൻ യു എക്സ്പ്ലെയിൻ മീ ദ വർക്കിംഗ് ഓഫ് ARP പ്രോട്ടോകോൾ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഓഫ് കോഴ്സ് ARP is a fundamental protocol used in local area networks, LAN. എന്തിനു വേണ്ടിയിട്ട്? ടു മാപ്പ് IP അഡ്രസ് ടു MAC അഡ്രസ്. IP ടു MAC മാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് ARP. പർപ്പസ് ഓഫ് ARP എന്താണ്? ARP ഹെൽപ്പ് ഡിവൈസ് ഓൺ എ നെറ്റ്വർക്ക് ഡിസ്കവർ ഈച്ച് അതേഴ്സ് ഹാർഡ്വെയർ അഡ്രസ്, അതായത് MAC അഡ്രസ്, ബേസ്ഡ് ഓൺ ദെയർ നോൺ IP അഡ്രസ്. നമുക്കറിയാവുന്ന ഒരു IP അഡ്രസ്സിൽ നിന്നും അതിന്റെ കറസ്പോണ്ടിങ് MAC അഡ്രസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രോട്ടോകോൾ ആണ് ARP. ഇനി അത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് വർക്കിങ്ങും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ വയർ ഷാർക്ക് വെച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ARP പോകുന്നത് മൊത്തം. അത് നിങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കണം. ഓക്കെ, അത് ഇതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ARP റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രോഡ്കാസ്റ്റ് ആണ്. When a device want to send a data to another device in the same subnet is സ്വന്തം local area network. Okay, it first checks it has a MAC address, hardware address corresponding IP. അപ്പോൾ ആദ്യം തന്നെ ഇയാൾ എന്ത് ചെയ്യും? സ്വന്തം ARP കാഷിൽ നോക്കും. ARP കാഷിൽ കറസ്പോണ്ടിങ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട IP അഡ്രസ്സിന്റെ MAC അഡ്രസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. അത് ഉണ്ടെങ്കിൽ വെറുതെ ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കി അയക്കേണ്ടല്ലോ, വെറുതെ ആൾക്കാരെ മെനക്കെടുക്കുന്നുണ്ടല്ലോ. കാരണം ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് എന്താ? മൊത്തം നെറ്റ്വർക്കിൽ സ്പ്രെഡ് ആവുന്ന ഒരു സാധനമാണ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും? ആദ്യം ARP കാഷിൽ നോക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? If MAC address is not known, the sender broadcast ARP request packet into the local network. അപ്പൊ ARP റിക്വസ്റ്റ് എന്ത് ചെയ്യും? ഒരു ARP റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടും ലോക്കൽ നെറ്റ്വർക്കിനകത്തേക്ക്. ഏത് കമ്പ്യൂട്ടറിനാണോ ആ കമ്പ്യൂട്ടറിന്റെ ഒരു IP അഡ്രസ് വേണ്ടത്, ആ കമ്പ്യൂട്ടറിന് ഒരു ARP റിക്വസ്റ്റ് ജനറേറ്റ് ആയിട്ട് സെൻഡ് ചെയ്യപ്പെടും. ഇനി ARP റിക്വസ്റ്റ് പാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഞാനത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താ പറയുക? നിങ്ങൾ എങ്ങനെ സ്വന്തമായിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത്, അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്നും നിങ്ങൾ ഒരാളെ അണ്ടറിൽ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ ഒരാളെ ഹെൽപ്പ് സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ സ്വന്തം എഫിഷ്യൻ്റ് ആയിട്ട് മാറണം. ഓക്കെ, എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ARP റിക്വസ്റ്റ്. ദിസ് പാക്കറ്റ് കണ്ടെയ്ൻ ദ സെൻഡേഴ്സ് IP അഡ്രസ് ആൻഡ് MAC അഡ്രസ് അലോങ് വിത്ത് ദ IP അഡ്രസ് ഓഫ് ദ ടാർഗറ്റഡ് ഡിവൈസ്. ഓക്കെ, ടാർഗറ്റഡ് ഡിവൈസിന്റെ MACന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണിത്. ഓക്കെ, അത് ബ്രോഡ്കാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ARP റിക്വസ്റ്റ് പാക്കറ്റ് ഈസ് ബ്രോഡ്കാസ്റ്റഡ് ടു ഓൾ ഡിവൈസ് വിത്തിൻ ദ സബ്നെറ്റ്. എല്ലായിടത്തേക്കും അത് എത്തപ്പെടും. പക്ഷെ ആര് മാത്രമേ അതിന്റെ റിപ്ലൈ ആര് മാത്രമേ അയക്കുള്ളൂ? കറക്റ്റ് ആൾ മാത്രമേ റിപ്ലൈ അയക്കുള്ളൂ. ഇനിയിപ്പോൾ റിപ്ലൈ എന്ന് പറയുന്നത് എന്താ? ഡിവൈസ് വിത്ത് IP അഡ്രസ് സ്പെസിഫൈഡ്. അപ്പൊ ഇത് ശരിക്കും ഇപ്പോൾ ഇത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇപ്പൊ ഓൾറെഡി ARPനെ പറ്റി അറിയുന്ന ഒരാൾക്ക് മാത്രമല്ല ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ അല്ലേ? ഇത് അത്ര നല്ല എക്സ്പ്ലനേഷൻ ആണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. പക്ഷെ ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ഗൂഗിളിൽ നോക്കുക വെച്ചാൽ നിങ്ങൾക്ക് പല പല ബ്ലോഗുകളുണ്ട്. ഓക്കെ, ഈ ബ്ലോഗിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ അടക്കം എന്ത് ചെയ്തിട്ടുണ്ടാവും? ARPനെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കിയോ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഒരുപാട് സൈറ്റ് ഉണ്ടല്ലോ. ഹൗ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ വർക്ക്, വാട്ട് ഈസ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ, വിക്കിപീഡിയയിലുണ്ട് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. അങ്ങനെ മൾട്ടിപ്പിൾ ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വായിച്ചു നോക്കിയിട്ട് ഗൂഗിൾ സെർച്ചിൽ ഏതാണോ ടോപ്പിൽ നിൽക്കുന്നത് അതിൽ നോക്കിയിട്ട് നമുക്ക് ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലാണ് ARPനെ പറ്റി, കാരണം അതിന്റെ ഹെഡർ അടക്കം പറയുന്നുണ്ട്. പിന്നെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഉള്ളത് ഏതെങ്കിലും നമുക്ക് നോക്കി നോക്കാം. അതാ, ഇതിനകത്ത് കുറച്ച് ഡയഗ്രം ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇത് കുറച്ചും കൂടെ ഡെപ്തിൽ പോകുന്നുണ്ട്. ARP സ്പൂഫിങ് എന്താണ്? അത് അറ്റാക്കാണ്. പ്രോക്സി ARP ഇതൊക്കെ നമുക്ക് സെക്യൂരിറ്റിയിൽ പഠിക്കുന്ന സാധനങ്ങളാണ്. അതുവരെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലും നമുക്ക് നോക്കി മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാം? നേരെ യൂട്യൂബിൽ പോവുക, എന്നിട്ട് വർക്കിംഗ് ഓഫ്
വർക്കിംഗ് ഓഫ് ARP പ്രോട്ടോകോൾ. കണ്ടോ, ARP പ്രോട്ടോകോളിനെ പറ്റിയിട്ട് നല്ല എക്സ്പ്ലനേഷൻ ഒക്കെ ഡയഗ്രം ഒക്കെ വരച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ നോക്കി കണ്ടുപിടിക്കും. ഇപ്പൊ ആദ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കി മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾക്ക് അത് കുറച്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് മാറും ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും നല്ല സൈറ്റ് കണ്ടുപിടിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഹൗ സ്റ്റഫ് വർക്ക്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹൗ സ്റ്റഫ് വർക്ക്സ്, പണ്ട് നമ്മൾ എല്ലാ പ്രോട്ടോകോളിനെ പറ്റി പഠിച്ചുകൊണ്ടിരുന്ന ഒരു സൈറ്റ് ഇതാണ്. ഇപ്പൊ ഇതുപോലെ ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട്. ഇതിനകത്ത് ARPനെ പറ്റി കാണുന്നില്ല കേട്ടോ. അത് ഗൂഗിൾ ആഡ്സ് ആണ്. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അത് അതിപ്പോ ARP നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഞാൻ തന്നെ ക്ലാസ്സിൽ എടുത്ത് തരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാണ്, നിങ്ങൾ അറിയാത്ത ഓരോ ടെക്നോളജികളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. ഓക്കെ, എന്തായാലും അത് വന്നിരിക്കും. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ സിസ്കോയിലേക്ക് എക്സ്പേർട്ട്, ഇപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജുനിപ്പർ സ്വിച്ച് കോൺഫിഗർ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ലയന്റിന്റെ അടുത്ത് പോയ സമയത്ത് ജുനിപ്പറാണ് കോൺഫിഗർ ചെയ്യേണ്ടി വന്നത്. അത് നിങ്ങൾ സ്വന്തം തന്നെ പഠിച്ചെടുത്തിട്ട് ഇത് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്, CCNA എല്ലാ പ്രോട്ടോകോളിന്റെയും എല്ലാ വർക്കിങ്ങിന്റെയും ബേസിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ബേസിക്സ് നിങ്ങൾക്ക് സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ എന്തിൻ്റെയും അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾക്ക് സ്വന്തം തന്നെ എത്തിപ്പെടാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ ശരിക്കും CCNA എന്ന് പറയുന്ന കോഴ്സ് മാത്രമേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ച സമയത്ത് തന്നെ പല ക്വസ്റ്റ്യൻസിനും അവരുടെ ഫാക്കൽറ്റിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പം BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞു MCA കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ പല ഡൗട്ട്സും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്തു, ടെക്സ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്തു, ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ തുടങ്ങി. ഓക്കെ, ഇന്റർനെറ്റ് പരതാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ സ്വന്തം, അപ്പോൾ അങ്ങനെ വന്നതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഇപ്പൊ നിങ്ങൾ ഏത് ലെവൽ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ അത്രയും റിസർച്ച് ചെയ്തത് പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു നിങ്ങൾ എന്തായാലും അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. പക്ഷെ ആ സ്വന്തമായിട്ട് പഠിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾക്ക് ബേസിക്സ് സ്ട്രോങ് ആക്കണം. നമ്മൾ ഈ CCNA പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ബേസിക്സാ, വളരെ ഫണ്ടമെന്റൽസാ. അതൊന്നും തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതില്ല. ARP പ്രോട്ടോകോൾ ആയിക്കോട്ടെ, സ്വിച്ചിങ്ങിന്റെ വർക്കിംഗ് ആയിക്കോട്ടെ, റൂട്ടറിന്റെ വർക്കിംഗ് ആയിക്കോട്ടെ, റൂട്ടറിന്റെ കമാൻഡ്സ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ CCNA നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അത് ഞാൻ നന്നായി ഡെപ്തിൽ തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, CCNP ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം പഠിക്കാം. ഞാൻ CCNA മാത്രമേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചിട്ടുള്ളൂ. CCNP ഞാൻ സ്വന്തം പഠിച്ചെടുത്തിട്ട് എക്സാം പാസ്സായതാണ്. CCIE ഞാൻ സ്വന്തം പഠിച്ചെടുത്ത് എക്സാം പാസ്സായതാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ടില്ല ഞാൻ. ഓക്കെ, അത് പോസിബിൾ ആണ്, കാരണം അതിനൊക്കെയുള്ള റിസോഴ്സസ് ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഇനി അടുത്ത ലാബ് ലെവലിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അത്യാവശ്യം നമ്മൾ റൂട്ടിന്റെ ബേസിക് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി 2 ബ്രാഞ്ചുകളൊക്കെ കണക്ട് ചെയ്ത റൂട്ടിംഗ് ചാപ്റ്റർ ഒക്കെ നമുക്ക് ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും
നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സോ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാം. ക്ലാസ് ഫാസ്റ്റായി പോകുന്നുണ്ടോ, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. സാറേ ഈ റൗട്ടറിന്റെ അല്ലെങ്കിൽ സ്വിച്ചിന്റെ ഒന്നിനെ കൺസോള് അല്ലെങ്കിൽ ടെൽനെറ്റ്, പിന്നെ മൂന്നാമത് വരുന്നല്ലേ SSH. ആ അതെ അതെ. അതായത് ടെൽനെറ്റിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയർ ഷാർക്ക് ഒക്കെ വെച്ച് ക്യാപ്ചർ ചെയ്താൽ അതിന്റെ പാസ്വേഡ് അടക്കം നമുക്ക് ബ്രേക്ക് കാണാൻ പറ്റും. അത് ഇപ്പൊ കമ്പനിയിൽ വന്നിട്ടുണ്ട്, പെനട്രേഷൻ ടെസ്റ്റ് വന്നു, അവരെ ആ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അവർ വന്ന് SSH SSH എനേബിൾ കോൺഫിഗർ ചെയ്യണം. ചെയ്യാൻ പറഞ്ഞു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതെ. നമുക്ക് SSH പഠിക്കാനുണ്ട്. പുതിയ CCNA സിലബസിനകത്ത് SSH ഉണ്ട്. അപ്പൊ SSH എങ്ങനെ കോൺഫിഗർ ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ. അത് മാനേജിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കും. ടെൽനെറ്റ് എങ്ങനെ ഇത് മൂന്നും അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ? ഈ മൂന്ന് ഓപ്ഷൻ ഉള്ളൂ, ഒന്ന് അല്ല, കൺസോള് അല്ലെങ്കിൽ ടെൽനെറ്റ് അതായത് പല ഓപ്ഷൻസും ഉണ്ട്. ശരിക്കും പറയാം വെബ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് വെബിൽ ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് സിസ്കോ റൂട്ടറിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. പിന്നെ അതേമാതിരി തന്നെ സിസ്കോ റൂട്ടറിനകത്ത് SDM എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് ഉണ്ട്. അതായത് നമുക്കൊരു ടൂൾ ഉണ്ട്. SDM എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് റൂട്ടറൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. SDM. പക്ഷെ അതൊന്നും നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ഫസ്റ്റ് ടൈം മിക്കവാറും കൺസോൾ ത്രൂ നമ്മൾ കോൺഫിഗർ ചെയ്യും. ഫസ്റ്റ് റൂട്ടർ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് ട്രാക്കിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത്. പിന്നീട് നിങ്ങൾ ലൈവിലുള്ള ആൾക്കാർ അധികം ചെയ്യുക ഒന്നുകിൽ ടെൽനെറ്റ് അല്ലെങ്കിൽ SSH. സെക്യൂരിറ്റി വേണ്ടവരാണോ SSH ചെയ്യുള്ളൂ. സെക്യൂരിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. നിങ്ങൾ ഇതേമാതിരി ഓഡിറ്റിംഗ് ഒന്നും ഇല്ലാത്ത കമ്പനികളൊക്കെ ആണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും? ടെൽനെറ്റ് തന്നെ ചെയ്യും. പക്ഷേ ടെൽനെറ്റിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഹാക്ക് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റൂട്ടറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവർക്ക് റൂട്ടറിൻ്റെ മാത്രമല്ല ആ റൂട്ടറിനകത്ത് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ടെൽനെറ്റും SSHും തന്നെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രാഫിക്കൽ മാനേജ്മെന്റ് ഉണ്ട്. HTTP വഴിയും HTTPS വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫിക്കലായിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പം ഇതിനകത്ത് നിങ്ങൾ ഈ DNAC എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ പഠിക്കും. DNAC, പിന്നെ SD ആക്സസ്. SD ആക്സസിന്റെ ഒരു ടൂളാണ് ഈ DNAC. അപ്പൊ DNACിലൊക്കെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് എന്ത് ചെയ്യാൻ അറിയാം? എല്ലാ ഡിവൈസുകളെയും കാണാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നിങ്ങളെ ഒരു ഹെഡ് ഓഫീസിൽ ഇരുന്നിട്ട് DNACിന്റെ കമ്പ്യൂട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ടോ ആ ബ്രാഞ്ചിലുള്ള കംപ്ലീറ്റ് സ്വിച്ചുകളും ആ സ്വിച്ചിനകത്തുള്ള കംപ്ലീറ്റ് യൂസേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രാഫിക്കലായിട്ട് തന്നെ കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ കുറച്ച് അഡ്വാൻസ് സംഭവങ്ങളാണ്. എല്ലാ കമ്പനിയിലും ഉണ്ടായിക്കോണമെന്നില്ല. കുറച്ച് എക്സ്പെൻസീവ് ആണ് DNAC എന്നൊക്കെ പറയുന്നത്. നെറ്റ്വർക്ക് മോണിറ്ററിംഗ് ടൂൾസ് ആണോ അത്? അല്ല, മോണിറ്ററിംഗ് അല്ല. ശരിക്കും കോൺഫിഗറേഷൻ ടൂൾ തന്നെയാണ്. മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ SolarWinds അല്ലെങ്കിൽ മാനേജ് എഞ്ചിന് അങ്ങനത്തെ പറഞ്ഞ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്തായാലും വലിയ കമ്പനിയിലൊക്കെ മോണിറ്ററിംഗ് ഉണ്ടാവും. SNMP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ വഴിയാണ് നമ്മൾ മോണിറ്ററിംഗ് അത് ചെയ്യാം, സെറ്റ് ചെയ്യാം. വൺസ് അത് SNMP ചെയ്തിട്ട് SNMP കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ എല്ലാ റൂട്ടറിനോടും പറഞ്ഞു കൊടുക്കും SNMP സെർവറിന്റെ IP എത്രയാന്നുള്ളത്. അപ്പൊ ഈ റൂട്ടറിനകത്തൊക്കെ എന്തൊക്കെ ഇവന്റ്സ് നടന്നു കഴിഞ്ഞാലും അത് ഒരു ഇന്റർഫേസ് ഡൗൺ ആയി, അല്ലെങ്കിൽ ഒരു ഇന്റർഫേസിന്റെ ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസേഷൻ 80% കൂടി, അല്ലെങ്കിൽ റൂട്ടറിന്റെ CPU യൂട്ടിലൈസേഷൻ 80% കൂടി കഴിഞ്ഞാൽ ഇത് നേരെ ഒരു ട്രാപ്പ് മെസ്സേജ് അയച്ചിടും SNMP സെർവറിലേക്ക്. അപ്പൊ ഈ SNMP സെർവറിൽ ശരിക്കും ചില കമ്പനിയിലൊക്കെ മോണിറ്ററിങ്ങിനായിട്ട് തന്നെ 2-3 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരുടെ ഡ്യൂട്ടി എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതേമാതിരി കുറെ കമ്പ്യൂട്ടർ, കുറെ സ്ക്രീൻ, മറ്റേ ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ മൂവീസിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, വലിയൊരു ഇതെടുത്ത് വെച്ചിട്ട് ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും വാറിന്റെ സമയത്തും അങ്ങനെയൊക്കെ അതേപോലെ തന്നെ നമുക്ക് 2-3 കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ ഇത് നെറ്റ്വർക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഉടനെ തന്നെ അവർക്ക് അലേർട്ട് മെസ്സേജ് വരും, ഇന്ന റൂട്ടറിന്റെ CPU യൂട്ടിലൈസേഷൻ 80% ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇന്റർഫേസിന്റെ ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസേഷൻ ഇത്ര ഇതിൽ പോയിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ നേരെ ആ ബ്രാഞ്ചിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കും അവിടെ എന്തെങ്കിലും ഇഷ്യൂ നടക്കുന്നുണ്ടോ, അവിടെ എങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ, അപ്പൊ എന്താണ് പ്രോബ്ലം, ആരാണ് ഇത്രയും എന്തെങ്കിലും ടോറന്റ് ഇട്ടിട്ട് ഡൗൺലോഡിങ് ഇട്ട് നടക്കുകയാണ് എന്താണെന്നൊക്കെ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് കെയർ ചെയ്യാൻ പറ്റും ഒരു ഇഷ്യൂവിനെ പെട്ടെന്ന് നമുക്ക് ഫേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മോണിറ്ററിംഗ് ഉണ്ടാവും. അധിക കമ്പനിയിൽ മോണിറ്ററിംഗ് ഉണ്ടാവും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്
സോളാർ വിൻസ്. ഇതിനകത്ത് ഒരുപാട് ടൂൾസ് ഉണ്ട്. സോളാർ വിൻസ് നോക്കാൻ വെച്ചാൽ പിന്നെ മാനേജ് എഞ്ചിൻ. ഇത് രണ്ടും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൂൾസ് ആണ്. പിന്നെ PRTG ഇതൊക്കെ. ഇതിനകത്ത് കുറച്ച് ഫ്രീ ടൂൾസും ഉണ്ട്, കുറച്ച് ഫ്രീ ടൂൾസും അവൈലബിൾ ആണ്. പക്ഷെ അധികം ഒക്കെ എന്താ വെച്ചാൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് ടൂൾസ് ആണ്. പിന്നെ നാഗിയോസ് എന്ന് പറഞ്ഞ ടൂൾ ഫ്രീ ആണ്. നാഗിയോസ് അത് ലിനക്സിലാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുക. മാനേജ് എഞ്ചിനൊക്കെ വിൻഡോസിൽ തന്നെ വർക്കൗട്ട് ഉണ്ട്. അതേമാതിരി ഗ്രാഫിക്കലായിട്ട് നമുക്ക് കിട്ടും അതിൻ്റെ. അത് സാറേ അത് ഫ്രീ വെർഷൻ എന്താ പറഞ്ഞു? അതായത് നമുക്കിത് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഫ്രീ വേർഷനും കിട്ടും ഈ മാനേജ് എഞ്ചിന്റെ. അതായത് ഒരു ട്രയൽ വേർഷൻ എന്ന് പറയില്ല നമ്മള്. PRTG ഉപയോഗിച്ചു അത് പെയ്ഡ് ആണ് കാണിക്കുന്നത്. PRTG യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ പെയ്ഡാ. അത് ഫ്രീയും ഉണ്ട് കണ്ടോ. ഫ്രീ PRTG ട്രയൽ. അല്ല, നിങ്ങൾക്ക് ലൈവിൽ യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും പേയ്മെന്റ് കൊടുക്കണം. കാരണം എന്താ പറയുക, ഈ ടൂൾസ് എന്നൊക്കെ പറയുന്നത് ഇവർ വളരെ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്ത ടൂളാണ്. അപ്പൊ അവരത് ഫ്രീ. ഇപ്പൊ നാഗിയോസ് ഒക്കെയുള്ളൂ ഫ്രീ ഉള്ളൂ. പിന്നെ ഓപ്പൺ സോഴ്സിന്റെ ഭാഗമായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ നാഗിയോസ്, അതൊക്കെ ഫ്രീ ഉള്ളൂ. അപ്പൊ ഇതിനകത്തൊക്കെ ഫ്രീ ട്രയൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റ് അത് ചെയ്ത് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാന്ന് പറയുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും മോണിറ്ററിംഗ് ടൂൾ യൂസ് ചെയ്യുന്നുണ്ടോ? നജീബിന്റെ ഇതിലുണ്ടോ? മാനേജിങ് ഉണ്ടായിരുന്നു, പക്ഷെ അത് Managing എക്സ്പയർ ഉണ്ട്. ആയിപ്പോയി. ഓ. എക്സ്പയർ ആയിപ്പോയി. അവരിപ്പോ അത് അപ്പൊ പക്ഷെ ഉപയോഗിക്കുന്നില്ല. എന്തായാലും ഇനിയിപ്പോ ഓഡിറ്റിംഗ് ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ അവർ പറയും മോണിറ്ററിംഗ് വേണമെന്നൊക്കെ ഇല്ല, പറഞ്ഞു. ഒരു PRTG അവര് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അത് നല്ലതാണ്. നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്ത് ഇംപ്ലിമെന്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്റ്റിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഈ മറ്റേ നെറ്റ്വർക്ക് ഡയഗ്രം ചെയ്യാൻ ഏതാണ് സോഫ്റ്റ്വെയർ? മൈക്രോസോഫ്റ്റ് വിഷ്വലിൽ ചെയ്യാൻ പറ്റുമോ അതോ? വിസിയോയിലാണ് നമ്മള്. വിസിയോ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് അധികം ആൾക്കാർ യൂസ് ചെയ്യാറ്. വിസിയോ. അത് പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. വിസിയോ ഇതിനകത്ത് ഈ വിസിയോയിലൊക്കെ എല്ലാ ഡിവൈസിന്റെയും ഇതുണ്ടാവും. എന്താണ് ഡയഗ്രാംസ് ഉണ്ടാവും. സിസ്കോ റൂട്ടറിന്റെയും സ്വിച്ചസിന്റെയും. നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ വിസിയോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡയഗ്രാംസ് ആണ്. നമ്മൾ LLD HLD ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യും ചിലപ്പോൾ. പിന്നെ ഇത് കൂടാതെ പല പല ടൂൾസും ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത ഇതെന്ന് പറയുന്നത് സ്റ്റാറ്റിക് റൂട്ടിംഗ് ആണ്. അടുത്ത ടോപ്പിക് സ്റ്റാറ്റിക് റൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് സബ്നെറ്റിംഗ് എടുക്കും. ഓക്കെ. അപ്പൊ ഇതുവരെയുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്ത് വരിക. നമുക്കിപ്പോൾ ഒന്ന് സ്റ്റാറ്റിക് റൂട്ടിംഗ് ഒന്നും കൂടെ പറയാം. ഓക്കെ. സ്റ്റാറ്റിക് റൂട്ടിംഗ് ഒരിക്കൽ നമ്മൾ ലാബ് ചെയ്ത് നോക്കിയത് എൻ്റെ ഓർമ്മയിൽ അല്ലേ. 2 ബ്രാഞ്ച് തമ്മിലുള്ള കണക്ടിവിറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോൾ 2 ബ്രാഞ്ചുകൾ, കാലിക്കറ്റ് ബ്രാഞ്ചും എറണാകുളം ബ്രാഞ്ചും. കാലിക്കറ്റ് ബ്രാഞ്ചിൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, എറണാകുളം ബ്രാഞ്ചിൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന റേഞ്ച് 192.168.1.0 റേഞ്ച് ആണ്. ഇവിടെ 2. റേഞ്ച് ആണ്. ഒരിക്കലും ഒരു നെറ്റ്വർക്ക് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ റൂൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ലാൻ നെറ്റ്വർക്ക് ഇവിടെ, ഒരു ലാൻ നെറ്റ്വർക്ക് ഇവിടെ, പിന്നീട് ഒരു വാൻ നെറ്റ്വർക്ക് ഉണ്ട് അവിടെ വരും. അപ്പോൾ വാൻ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 192.168.12. റേഞ്ച് കൊടുത്തിട്ടുണ്ട്. 12.1 എന്ന് പറയുന്ന IP നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്.
12.2 എന്ന് പറയുന്ന IP നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ CCNA ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ലാബ് ചെയ്യുമ്പോഴും ആദ്യം ആ ലാബിന്റെ ഡയഗ്രാം നിങ്ങൾ എഴുതി വരച്ചു വെക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഡിവൈസിൻ്റെ ഒക്കെ കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇനിയിപ്പോൾ ഓരോ കൺസെപ്റ്റുകളും നമ്മൾ പഠിക്കും, ഓരോരോ കമാൻഡുകളും നമ്മൾ പഠിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് ഫീഡ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക് റൂട്ടിംഗ് ഒന്നും കൂടെ നമ്മൾ റിവൈസ് ചെയ്യാണ്. അപ്പോൾ ഒരു ലാൻഡ് കാലിക്കറ്റ് ബ്രാഞ്ച് ഉണ്ട്, എറണാകുളം ബ്രാഞ്ച്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് കിട്ടിയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യം നമ്മൾ ഫിസിക്കലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഇത് സർവീസ് പ്രൊവൈഡറാണ് ഈ ലൈൻ തരിക. നിങ്ങൾ കറസ്പോണ്ടിങ് നിങ്ങളെ ടോപ്പോളജി പ്രകാരം നിങ്ങൾ ഏതാണോ ഇന്റർഫേസിലേക്ക് ഉള്ളത് അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇന്റർഫേസിന്റെ പേരുകൾ നിങ്ങൾ റൂട്ടിന്റെ എടുത്തിട്ടുണ്ടാവും, അതിന്റെ പേരുണ്ട്. ആ പേര് നോക്കിയിട്ട് വേണം നമ്മളത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ശരിക്കും വലിയ കമ്പനിക്ക് വെച്ചാൽ ഇതിനു വേണ്ടി വേറെ തന്നെ ടീം ഉണ്ടാവും. ഫിസിക്കൽ കാര്യങ്ങളും കേബിളിങ്ങും റാക്ക് മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ടീം ഉണ്ടാവും. നമ്മൾ അറിയേണ്ട ആവശ്യം നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഇനി ഇത് കോൺഫിഗർ ചെയ്യണമെങ്കിൽ PC-യിലൊക്കെ വന്നിട്ട് IP സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഗ്രാഫിക്കലായിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഇന്റർഫേസിന്റെ സെറ്റിങ്സ് എടുത്തിട്ട് അതിനകത്ത് പോയിട്ട് ഗ്രാഫിക്കലായിട്ട് IP കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ PC-കളിലൊക്കെ IP കൊടുത്തു. ഇനി ഈ സ്കീം പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഈ റൂട്ടിന്റെ ഈ ഇന്റർഫേസിന് IP കൊടുക്കണം, ഈ ഇന്റർഫേസിനും IP കൊടുക്കണം. അതിനുള്ള കമാൻഡ് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്റർഫേസ് G0/0 IP അഡ്രസ് നോ ഷട്ട് ഡൗൺ, ഇന്റർഫേസ് S0/0/0 IP അഡ്രസ് നോ ഷട്ട് ഡൗൺ അല്ലേ? അത് പ്രകാരം നമ്മൾ IP അഡ്രസ് സെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു റൂട്ടറിനകത്ത് നമ്മൾ IP അഡ്രസ് സെറ്റ് ചെയ്തു, ആ ഇന്റർഫേസ് അപ്പാക്കി കഴിഞ്ഞാൽ റൂട്ടർ എപ്പോഴും കണക്റ്റഡ് നെറ്റ്വർക്ക്സ് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യും. റൂട്ടറിന് ഒരാളുടെ സഹായം വേണ്ട സ്വന്തം നെറ്റ്വർക്ക് ലേൺ ചെയ്യണമെങ്കിൽ. കാരണം ഈ ഇന്റർഫേസിന്റെ IP അഡ്രസ് എന്താണ്, സബ്നെറ്റ് മാസ്ക് എന്താണെന്ന് ഈ റൂട്ടറിന് അറിയാലോ. അപ്പോൾ അയാൾക്ക് അറിയാം എന്താണ് 192.168.12.0. 12.1 ആണ് ഇവിടെ IP എങ്കിലും അതിന്റെ നെറ്റ്വർക്ക് ID 12.0 ആയിരിക്കും. അതിന്റെ /value /24 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആണ്, അത് നമ്മളാണല്ലോ കൊടുക്കുന്നത്. അത് ഏത് ഇന്റർഫേസിലാണ്, S0/0/0. ഇത് റൂട്ടർ ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യും, നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി തന്നെ 192.168.1.0/24 ഇതും ഈ റൂട്ടർ അത് ഇതിന്റെ G0/0 എന്നുള്ളത് അയാൾ ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യും. ഇതിന് റൂട്ടറിന് ആരെയും സഹായം വേണ്ട. അപ്പോൾ ഈ രണ്ട് റൂട്ടറുകളും നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും, ഈ റൂട്ടർ ഇതും പഠിച്ചിട്ടുണ്ടാവും, ഇതും പഠിച്ചിട്ടുണ്ടാവും. ഇതും ഇയാൾക്കറിയാം, ഇതും ഇയാൾക്കറിയാം. പക്ഷെ 2.1 എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അറിയോ? ഇല്ല. കാരണം 2.1 എന്ന് പറയുന്നത് ഈ റൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡയറക്ട്ലി കണക്റ്റഡ് അല്ല, വേറെ ഏതോ റൂട്ടറിന്റെ ഇന്റർഫേസിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിക് റൂട്ടിംഗ് വഴി കാണിച്ചു കൊടുക്കണം. ഏത് ഇന്റർഫേസിൽ കൂടെ പോയാൽ അവിടെ എത്താം. അതിന് വേണ്ടിയിട്ട് നമ്മൾ IP റൂട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ടോപ്പോളജി നിങ്ങൾ നോക്കുക, ഇവിടെ ഈ റൂട്ടിനകത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് IP റൂട്ട് 192.168.2.0. 2.0 എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്ക് പോകണം. 2.0ന്റെ സബ്നെറ്റ് മാസ്ക് എന്താണ്? 255.255.255.0 സബ്നെറ്റ് മാസ്ക്. പോകണമെങ്കിൽ ഏത് ഇന്റർഫേസിൽ കൂടെ പോകണം? സീരിയൽ ഇന്റർഫേസിൽ കൂടെ പോകണം. സീരിയൽ 0/0/0/0 കൂടെ പോകണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ ചോദിച്ചോളൂ. ഈ ഇന്റർഫേസുകളിലെ ഒരു റൗട്ടറിന് രണ്ട് ഇന്റർഫേസ് പറയുമ്പോൾ S0/0/0 G0/0 തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താ? അത് അങ്ങനെ തന്നെയാണോ? ഓട്ടോമാറ്റിക് നെയിം ഇട്ടിട്ടുള്ളതാണോ?
അല്ലല്ല, അതെന്താ വെച്ചാല് നമുക്ക് ഓരോ ഡിവൈസിലും നമ്മൾ പോകുമ്പോൾ അതിനൊക്കെ മൾട്ടിപ്പിൾ ഇന്റർഫേസ്, ഇപ്പൊ ഇതൊക്കെ കോമൺ ഇന്റർഫേസുകളാണ്. ജിഗാബിറ്റ് 0/0/0 എന്ന് പറയുമ്പോൾ സീരിയൽ 0/0/0 എന്നൊക്കെ പറയുന്നത് കോമൺ ഇന്റർഫേസ്. ഇതിപ്പോ വാൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇന്റർഫേസ് ആണ് സീരിയൽ ഇന്റർഫേസ്. ഓക്കെ ഓക്കെ ലാൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ജിഗാബിറ്റ് ഇന്റർഫേസ്. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റൂട്ടിനകത്തൊക്കെ ഈ സീരിയൽ ഇന്റർഫേസ് ചിലപ്പോൾ നിങ്ങൾ കാണൂല. ചിലതിനകത്ത് ഉണ്ടാവും കേട്ടോ, ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ അത് കോമൺ അല്ലാണ്ട്. കാരണം ഇപ്പൊ എന്താ വെച്ചാൽ എതർനെറ്റിൽ തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ, വാൻ ഇന്റർഫേസ് എതർനെറ്റിൽ തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ CCNA ലെവൽ പഠിച്ചു വരുമ്പോൾ വളരെ ബേസിക്സ് ആയിട്ടല്ല പഠിക്കുന്നത്. അപ്പൊ നമ്മൾ S0/0 വെച്ചിട്ട് തന്നെ പഠിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവൽ നമ്മൾ ബിഗിനർ ആണല്ലോ, നമ്മൾ വെറുതെ ഇങ്ങനെ തുടങ്ങി വരികയാണല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല, സീരിയൽ ഇന്റർഫേസിലാണ് നമ്മൾ ലീസ് ലൈൻ, വാൻ ഇന്റർഫേസിന്റെ ലീസ് ലൈൻ, അതായത് പുറത്തുള്ള ബ്രാഞ്ചുകളിലേക്കുള്ള കണക്ഷൻസ് ഒക്കെ വന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സീരിയലിലേക്കും. ഓക്കെ, നമ്മുടെ സ്വന്തം ലാൻ കണക്ഷനും കാര്യങ്ങളൊക്കെ ജിഗാബിറ്റ് എതർനെറ്റിലേക്കും. ഇനിയിപ്പോ നമ്മള് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ വരികയെന്ന് വിചാരിക്കാം, ആ ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എതർനെറ്റ് മൊഡ്യൂളിൽ തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോ ഒരു പുതിയൊരു എൻവയോൺമെന്റിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ മിക്കവാറും കേസിൽ നിങ്ങൾ CCNA ഒക്കെ പഠിച്ചു ഓൾറെഡി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മിക്കവാറും നിങ്ങളുടെ അവിടെ ഒരു എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യുക. ഒരു പുതിയ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാൻ പോവുകയല്ല ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നെറ്റ്വർക്കിനെ പറ്റി നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ ആ കമ്പനിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതേപോലുള്ള ഒരു LLD കിട്ടും. ഓക്കെ, LLD വെച്ചാൽ അതിന്റെ നെറ്റ്വർക്ക് ഡിസൈൻ, ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ഡിസൈൻ കിട്ടും. അതിനകത്ത് ഉണ്ടാവും ഇതിന്റെ IP സ്കീം എങ്ങനെയാണ്, ഇതിനകത്ത് എത്ര VLANs ഉണ്ട്, ഓരോ VLANന്റെ റേഞ്ച് എന്താണ്, എത്ര സ്വിച്ച് ഉണ്ട്, എത്ര റൂട്ടർ ഉണ്ട്, ഓരോ ഡിവൈസും കണക്ഷൻ എങ്ങനെയാ പോയിരിക്കുന്നത്, ഓരോ ഡിവൈസിന്റെയും IP അഡ്രസ് എത്രയാണ്, മാനേജ്മെന്റ് IP എത്രയാണ്, ഇങ്ങനത്തെ സകല കാര്യങ്ങളും ഈ ഡോക്യുമെന്റിൽ നോക്കിയാൽ കിട്ടും. ഇത് കണ്ടില്ല, ഇതിപ്പോ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായതാണ് 2 ഫയർവാൾ ഉണ്ട്. ഇവിടെ ഫെയിൽ ഓവറിന് വേണ്ടി 2 ഫയർവാൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 സ്വിച്ച് ഉണ്ട്, 2 കോർ സ്വിച്ച് ഉണ്ട്. റൂട്ടർ കാണുന്നില്ല ഇതിനകത്ത്. കാരണം എന്താ വെച്ചാൽ ഈ കോർ സ്വിച്ച് എന്ന് പറയുന്നത് മൾട്ടി ലെയർ സ്വിച്ച് ആണ്, ലെയർ 3യിലും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ആണത്. അതുകൊണ്ടാണ് നമുക്ക് അതിനകത്ത് റൂട്ടർ കാണാത്തത്. ഓക്കെ, എന്നിട്ട് അത് കൂടാതെ കുറെ ഡിസ്ട്രിബ്യൂഷൻ സ്വിച്ചസ് ഉണ്ട്. അത് തമ്മിൽ ഇങ്ങനെ ഇന്റർഫേസ് ത്രൂ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിന്റെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കണ്ടോ IP സ്കീമും കാര്യങ്ങളൊക്കെ, ഓരോ ഇന്റർഫേസിനും ഏതാണ് റേഞ്ച് ഓഫ് IP ആണ്, മാനേജ്മെന്റ് IP എത്രയുള്ളൂ, ഇങ്ങനെ ഓരോ ഡിവൈസിന്റെയും ഈ IP-യിലേക്ക് ടെൽനെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡിവൈസ് കിട്ടും. ടെൽനെറ്റ് എന്ന് അടിച്ചാൽ 10, 13, 35, 1 എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കോർ 1 എന്ന് പറയുന്ന കോർ സ്വിച്ച് കിട്ടും നിങ്ങൾക്ക്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ആ ഡോക്യുമെന്റിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഈ ടോപ്പോളജി നിങ്ങൾ സ്റ്റഡി ചെയ്യണം. നിങ്ങളെ അണ്ടറിലുള്ള ഏതൊക്കെ ഡിവൈസ് ആണോ ആ ഡിവൈസിന് എന്തൊക്കെ ഇന്റർഫേസുകൾ ഉണ്ട്, ഏതൊക്കെ ഡിവൈസുകളിലേക്കായിട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിന്റെ IP റേഞ്ച് എന്താണ്, അത് ഏത് തരത്തിലുള്ള ഇന്റർഫേസ് ആണ്, ജിഗാബിറ്റ് ഇന്റർഫേസ് ആണോ, അല്ലെങ്കിൽ 10 ജിഗാബിറ്റ് ഇന്റർഫേസ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ ജിഗാബിറ്റുള്ള അവൈലബിൾ ഉള്ള പോർട്ടുകളൊക്കെ നമുക്കിപ്പോൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കോർ സ്വിച്ച് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് 12 ജിഗാബിറ്റ് അങ്ങനെ 12 Gbps ഒക്കെ കണക്ഷൻസിലൊക്കെ പല ഇന്റർഫേസുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നീട് നമ്മൾ എന്ത് വെച്ചാൽ ആ ഡിവൈസിന്റെ ഇതിനകത്ത് നിങ്ങൾ കുറച്ചും കൂടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കണ്ടോ കോൺഫിഗറേഷൻസ് ഒക്കെ കാണാം. കണ്ടോ ഈ LLD നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡിവൈസിന്റെ എൻറ്റയർ കോൺഫിഗറേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് എന്തൊക്കെ ടെക്നോളജികൾ യൂസ് ചെയ്യുന്നു. OSPF ആണോ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ BGP ആണോ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ EIGRP ആണോ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് റൂട്ടിംഗ് ആണോ യൂസ് ചെയ്തത്, അതിന്റെ സകല കമാൻഡ്സും ഇതിനകത്ത് ഉണ്ടാവും. അത് നോക്കിയിട്ട് നമ്മൾ ഈ നമ്മളുടെ നെറ്റ്വർക്കിനെ പറ്റിയുള്ള ഏകദേശം ഒരു രൂപരേഖ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അതിനുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്. CCNA ഫുള്ള് നമ്മൾ പഠിക്കുന്നത് ആ ബേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള പ്രോട്ടോകോൾസും അതിന്റെ ടെക്നോളജികളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടാണ്? റൂട്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. റൂട്ടിങ്ങിൽ നമ്മൾ പഠിച്ചു റൂട്ടിന്റെ ബേസിക് ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് റൂട്ടിംഗ് ആണ്.
പാക്കറ്റ് ഫോർവേഡിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് റൂട്ടിംഗ് ടേബിൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിക് റൂട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഐ പി റൂട്ട് അല്ലേ, ഇത് നമ്മൾ ചെയ്തു നോക്കി. ഇതിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക്, ഇപ്പോൾ നാളെ ഫ്രൈഡേ ആണ്, നാളെ ക്ലാസ് എടുക്കുന്നില്ല, അപ്പോൾ ഇനിയിപ്പോൾ മൺഡേ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇനി ഇന്നത്തെ ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ ഇനി മൺഡേ ഉള്ള ക്ലാസ് എന്ന് പറയുന്നത് മിക്കവാറും സബ്നെറ്റിംഗ് ആയിരിക്കും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് റൂട്ടിംഗ് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്തിട്ട് അടുത്ത ക്ലാസ് തന്നെ സബ്നെറ്റിംഗ് ആണ്. നമ്മൾ പറഞ്ഞു സബ്നെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സബ്നെറ്റ് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഇന്റർവ്യൂവിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സബ്നെറ്റ് കാൽക്കുലേറ്റർ എടുത്തൊന്നും ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അതേമാതിരി സ്റ്റാറ്റിക് റൂട്ടിങ്ങും നമ്മൾ പഠിക്കണം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സ്റ്റാറ്റിക് റൂട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്നെറ്റിംഗ് ചെയ്ത റൂട്ട് വെച്ചിട്ടൊക്കെ ഞാൻ സ്റ്റാറ്റിക് റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാസ്ക് തരും. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് എല്ലാവരും കമ്പ്യൂട്ടറിൽ എല്ലാവരും പാക്കറ്റ് ട്രേസ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം CCNA നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് പാക്കറ്റ് ട്രേസറാണ്. അത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ ഡയഗ്രാം, ഈ ലാബ് നിങ്ങൾ ചെയ്യാം. പാക്കറ്റ് ട്രേസർ വെച്ചിട്ട് ഓരോരുത്തരും ചെയ്യാം. എന്നിട്ട് പിങ് ചെയ്ത് നോക്കുക, ഈ PC ന്ന് ഈ PC-യിലേക്ക് പിങ് ചെയ്ത് നോക്കുക, പിങ് കിട്ടുന്നില്ല എന്ന്. ഓക്കെ, സ്റ്റാറ്റിക് റൂട്ടിംഗ് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നുകിൽ ഇവിടെ എക്സിറ്റ് ഇന്റർഫേസ് കൊടുക്കാം, ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഹോപ്പ് അഡ്രസ്സ് കൊടുക്കാം. ഇതിനെ വിളിക്കാം നെക്സ്റ്റ് ഹോപ്പ് അഡ്രസ്, അല്ലെങ്കിൽ നെക്സ്റ്റ് റൂട്ടർ അഡ്രസ് എന്നും വിളിക്കാം നിങ്ങൾക്ക്. എന്താണ് നെക്സ്റ്റ് റൂട്ടർ അഡ്രസ്? അതായത് 2 എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്ക് പോകണമെങ്കിൽ ഈ 12.2 എന്ന് പറയുന്നത് ആരാ, R2ന്റെ IP അഡ്രസ് ആണ്. ഇതെവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ. 12.2 എന്ന് പറയുന്നത് ഈ IP അഡ്രസ് ആണ്. അപ്പൊ നമ്മൾ ഈ റൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ റൂട്ടറിൽ കയറിയിട്ടാണ് നമ്മൾ റൂട്ടിംഗ് ടേബിൾ ഉണ്ടാക്കുന്നത്. ഈ റൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ 2 എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്ക് പോകണമെങ്കിൽ പാക്കറ്റ് എന്ത് ചെയ്തോ, നിങ്ങൾ 12.2 എത്തിച്ചോ, 12.2 എന്ന് പറയുന്ന റൂട്ടറിൽ എത്തിച്ചോളൂ. അപ്പം ഈ PC-ന്ന് ഒരാൾ ഈ PC-യിലേക്ക് പിങ് ചെയ്തു, ഡാറ്റ അതിനകത്തേക്ക് വന്നു. ഡെസ്റ്റിനേഷൻ IP എന്ന് പറയുന്നത് പാക്കറ്റിന്റെ 2 ആണ്. അപ്പോൾ ഇയാൾ റൂട്ടിംഗ് ടേബിൾ നോക്കുമ്പോൾ കിട്ടും, ഓക്കെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഇങ്ങോട്ടേക്ക്. അപ്പോൾ നേരെ അത് അങ്ങോട്ടേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഈ IP അഡ്രസ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ എക്സിറ്റ് ഇന്റർഫേസ് കൊടുക്കുക. നമ്മളെ ഏത് ഇന്റർഫേസിലൂടെയാണ് ഇറങ്ങിപ്പോകേണ്ടത്, അതാണ് എക്സിറ്റ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹോപ്പ് അഡ്രസ് എന്ന് പറയുന്നതോ തൊട്ടടുത്ത റൂട്ടിന്റെ IP അഡ്രസ്സിനെയാണ് നെക്സ്റ്റ് ഹോപ്പ് അഡ്രസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ടും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾ ലാബിൽ ചെയ്തു നോക്കേണ്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 2 ലാബ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, രണ്ടും ചെയ്തു നോക്കുക. സേവ് ആസ് വെച്ചിട്ട് സേവ് ചെയ്താൽ മതി. എല്ലാം നിങ്ങൾ ഫുള്ള് റീക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ സേവ് ചെയ്യുക, നോ അടിച്ചിട്ട് ഇപ്പോൾ ഈ കമാൻഡ് ജസ്റ്റ് നോ അടിച്ച് കളഞ്ഞാൽ എന്തായി, ഇത് പോയി. എന്നിട്ട് പിന്നെ ഈ കമാൻഡ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇന്നിപ്പോൾ ലാബ് ചെയ്തു നോക്കാൻ സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ലാബ് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇട്ടുണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്നല്ലേ. ഒരു ഡൗട്ട് കൊണ്ട് ചോദിച്ചോളൂ സാറേ. ചോദിച്ചോളൂ. ഇതുമായി ബന്ധപ്പെട്ടല്ല, എനിക്കിപ്പോ ഇന്നൊരു റൂട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓക്കെ കുറച്ച് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോ ഓക്കെ ഇപ്പൊ അതിലുള്ള കോൺഫിഗറേഷൻ നമുക്ക് എനിക്ക് മറ്റേ കേബിൾ വെച്ച് കൺസോൾ കേബിൾ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കൺസോൾ കേബിൾ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അത് മേടിക്കുമ്പോ അത് നിലവിലുള്ളത് കോൺഫിഗറേഷൻ പുതുതായിട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടി വരിക? അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇപ്പൊ കയ്യിലൊരു റൂട്ടർ ഉണ്ട്, സിസ്കോ റൂട്ടർ ആണോ? അതെ, 1905. ഓക്കെ, 1905. ഓക്കെ, സിസ്കോന്റെ റൂട്ടർ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമുക്ക് അതിനകത്ത് ചിലപ്പം കോൺഫിഗറേഷൻ ഉണ്ടാവാം, ചിലപ്പോൾ ഒരു കോൺഫിഗറേഷൻ റേസ് ചെയ്തിട്ടുണ്ടാവാം. അത് നമുക്കത് കയറി നോക്കിയെങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ. അതെ അതെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളൊരു കൺസോൾ കേബിൾ ഉണ്ടാക്കണം. കൺസോൾ കേബിൾ പർച്ചേസ് ചെയ്യണം നമ്മൾ. ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, നാളെ 10 മണിക്ക് കിട്ടും. ഓക്കെ ഓക്കെ, പുറത്താണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാൻ ഇവിടെ തന്നെയാണ്, മലപ്പുറത്ത്. മലപ്പുറത്താണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. മറ്റേ ഈ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താൽ അല്ലേ?
അല്ല, ഞാൻ അവിടെ കടയിൽ പറഞ്ഞു വെച്ചത്, അപ്പോൾ ഓ നാളേക്ക് എടുത്തരാന്ന് പറഞ്ഞു. ശരി ശരി ശരി, ഓ ആയിക്കോട്ടെ. അപ്പം നമ്മൾ ഈ ഞാൻ പറഞ്ഞ USB to COM കൺവേർട്ടറും എല്ലാം കൂടിയാണോ പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് മാത്രമാണോ? USB to COM ആണ് സാധാരണ കിട്ടാറെന്ന് പറഞ്ഞു. ഇവിടെ USB to COM കൺവേർട്ടർ. അപ്പോൾ കറക്റ്റ്, ഓക്കെ. അപ്പോൾ കൺസോൾ കേബിളും കൂടെ വേണോ അതിനകത്ത് കേട്ടോ? ആ, അപ്പൊ ഞാൻ ഇന്നലെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നില്ലേ രണ്ട് സംഭവങ്ങൾ. അതെ അതെ, ആ നീല കേബിളും അത് രണ്ടും. എന്നിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിനകത്ത് പുട്ടി ഇൻസ്റ്റാൾ ചെയ്യുക. അതെ, പുട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് പുട്ടിയോ അല്ലെങ്കിൽ ഹൈപ്പർ ടെർമിനലോ ഇൻസ്റ്റാൾ ചെയ്യുക. പുട്ടിയാണ് നല്ലത്. പുട്ടി ഫ്രീ ആയതുകൊണ്ട് അധികം ആൾക്കാരും പുട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. എന്നിട്ട് നമ്മളത് ജസ്റ്റ് പുട്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഇത് മറ്റേ ഹോം പോർട്ട് ഏതാന്നുള്ളത് നമ്മൾ നോക്കണം. അവിടെ പോയിട്ട് മാനേജിൽ പോയിട്ട് ഡിവൈസ് മാനേജറിൽ പോയിട്ട്. ഡിവൈസ് മാനേജറിൽ പോയിട്ട് അത് ഏതാ നോക്കുക. എന്നിട്ട് പുട്ടിയിൽ നേരെ എന്ത് ചെയ്യുക, സീരിയൽ കണക്ഷൻ കൊടുത്തിട്ട് നമ്മളത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നേരെ പുട്ടി എടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇത് സീരിയൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈം നിങ്ങൾ സീരിയൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇവിടെ ഫോം കൊടുക്കുക. എൻ്റെ കേസിൽ ഫോം 4 ആണ്. ഫോം 4 കൊടുക്കുക. ഈ സ്പീഡൊന്നും മാറ്റാൻ നിൽക്കണ്ട, അതൊക്കെ അങ്ങനെ തന്നെ നിന്നോട്ടെ. എന്നിട്ട് നേരെ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേമാതിരി വിൻഡോ കിട്ടും. ഓക്കെ. ചിലപ്പോൾ അവിടെ പാസ്വേഡ്, നിങ്ങൾ ഓൾറെഡി ഇത് പ്രൊട്ടക്റ്റഡ് ഡിവൈസ് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാസ്വേഡ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കയറാൻ പറ്റൂല. പാസ്വേഡ് ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് നേരെ കയറിയിട്ട് എന്ത് ചെയ്യാം, ഷോ റണ്ണ് അടിച്ചിട്ട് കംപ്ലീറ്റ് കോൺഫിഗറേഷൻ ഒക്കെ എന്താ നോക്കാം. കോൺഫിഗറേഷൻ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇറൈസ് എൻവിറാം അടിച്ചിട്ട് നിങ്ങൾക്ക് കോൺഫിഗറേഷൻ ഒക്കെ ഇറൈസ് ചെയ്ത് കളയുകയും ചെയ്യാം. ഇറൈസ് എൻവിറാം അടിക്കുക, റീലോഡ് അടിക്കുക. ഇനി പാസ്വേഡ് അറിയില്ല എന്നുണ്ടെങ്കിലോ പാസ്വേഡ് റിക്കവറി ചെയ്യണം. ഓക്കെ. പാസ്വേഡ് റിക്കവറി നമ്മളെ തന്നെ ക്ലാസ്സിൽ വരുന്ന CCNA സിലബസിൽ വരുന്ന സംഭവമാണ്. പാസ്വേഡ് മുമ്പ് ഉണ്ടായിരുന്നു, അത് ഹോണ്ട തരുന്നേ. അപ്പൊ ഹോണ്ടന്റെ ഹോണ്ടയിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ അത് അവര് റൗട്ടർ മാറ്റിയിട്ട് SD-WAN എന്നുള്ള ഇതിക്ക് മാറിയതാണ്. ഓക്കെ. അപ്പൊ ഈ റൗട്ടർ ഫ്രീ ആയതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ശരിക്കും പാസ്വേഡ് ഉണ്ടാവാൻ സാധ്യത. മുമ്പ് ഇവർ നമുക്ക് ഇതിന്റെ ഒരു ഹാൻഡിൽ ചെയ്യുന്നത് NTT കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. നമുക്ക് അതെ അതെ, നമുക്ക് അവർക്ക് കോൾ ലോഗ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പാസ്വേഡ് റിക്കവറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതിന്റെ സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബുക്കിൽ തന്നെ ഉണ്ട് പാസ്വേഡ് റിക്കവറിന്റെ സ്റ്റെപ്പ്. ഈ ബുക്കിൽ തന്നെ ഉണ്ട്. ഓക്കെ. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അത് അഥവാ പാസ്വേഡ് ഉണ്ടെങ്കിൽ എൻ്റെ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ പിങ് ചെയ്താൽ മതി. ഞാൻ അതിന്റെ കേട്ടോ. ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ, എന്നാ ബൈ.